ഇന്ന് നമ്മൾ ലാസ്റ്റ് ഈ പേപ്പറിൻ്റെ ലാസ്റ്റ് പേപ്പേഴ്സാണ്, 2 ചാപ്റ്റേഴ്സാണ് പോകുന്നത്. അതിൽ കൂടെ ഈ ചാപ്റ്റർ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് ഇനി ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. 200-ാം സെഞ്ച്വറിയിൽ വരുന്നുള്ള ചേഞ്ചസ് ആണ്. മെഡീവലിൽ നിന്ന് പതുക്കെ പതുക്കെ അത് മെർജായി മോഡലിലേക്ക് പോവുകയാണ്. അതാണ് ഈ ചാപ്റ്ററിൽ ഇന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ബാക്ക്ഗ്രൗണ്ട്, അതായത് സോഷ്യൽ ആയിട്ട് ട്രാൻസ്ഫോർമേഷൻസ്, ചേഞ്ചസ് വരിക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എക്കണോമിക്കലി, ധനപരമായും പൊളിറ്റിക്കലി, രാഷ്ട്രീയമായിട്ടും ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നു. ചേഞ്ചസിൽ കൂടെ അവരുടെ ജീവിത രീതിയിൽ കൂടെ അവര് ചേഞ്ചസ് വരികയാണ് ഗ്രാജുവൽ പ്രോസസ്സിൽ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാൻഡിന് അല്ലെങ്കിൽ ഭൂമിനെ ദാനമായിട്ട് കൊടുത്തിരുന്നു ഗവൺമെന്റ്, അല്ലെങ്കിൽ ഭൂമിനെ ദാനമായിട്ട് രാജാവ് കൊടുത്തിരുന്നു കർഷകന്. അതായത് അവരുടെ ശമ്പളത്തിന് പകരം നിങ്ങൾ ഇത്രയും സ്ഥലത്തെ കൃഷി ചെയ്ത് ജീവിച്ചോളൂ എന്നുള്ളതാണ് ഈ ലാൻഡ് ഗ്രാൻഡിന്റെ അർത്ഥം. അപ്പൊ ഓരോ റീജിയനിലും ബ്രാഹ്മണന് കൂടുതലായിട്ട് വരുന്നു. കാരണം ബ്രാഹ്മണന്റെ ജോലി പൂജാതി കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുക, രാജാവിന് വേണ്ട സമയത്ത് പരിപാലിച്ച് ബുദ്ധി പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മതപരമായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്നവർ ബ്രാഹ്മണൻ എന്നുള്ള ലെവലിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള 4 വർണ്ണം, ആ ധർമ്മശാസ്ത്രയിൽ പറഞ്ഞിട്ടുള്ള 4 വർണ്ണം, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണനാണ് ഫസ്റ്റിൽ വരുന്നത്. അതുകൊണ്ടാണ് അവിടെ കുറച്ച് കൂടുതലായിട്ട് അവർക്ക് ആ വർണ്ണ സിസ്റ്റത്തില് ഈ ബ്രാഹ്മിൻസിന് ഇത്തിരി ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്നുണ്ട്. പിന്നെ വരുന്നത് രണ്ടാമത്തേതായിട്ട് നമ്മൾ കാണുന്നത് ക്ഷത്രിയന്മാരാണ്. ക്ഷത്രിയർ എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അവര് രാജാക്കന്മാരായിട്ട് വരാം. കാരണം ശാരീരികമായിട്ടും മാനസികമായിട്ടും സ്ട്രെങ്ത് ഉള്ളവരാണ് ക്ഷത്രിയൻ. അതായത് ബ്ലഡ് കണ്ടാൽ തലകറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ എങ്ങനെ ഭരിക്കണം, എങ്ങനെ ഭരിച്ചു കൊണ്ടുപോകണം എന്നുള്ള ആ പരമ്പരാഗതമായ ബുദ്ധി കിട്ടുന്നവരാണ്. അപ്പൊ അവര് അതനുസരിച്ചിട്ട് ചെറിയ കുട്ടികളായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ആ വീരവും വാശിയും മനസ്സിൽ കൊണ്ടു നടക്കാനും പ്രാക്ടിക്കലായിട്ട് ബോഡീനെ ട്രെയിൻ ചെയ്യാനായിട്ട് അവർക്ക് കളരി, അതേമാതിരി വാൾപ്പയറ്റ്, അങ്ങനെ പല വിധത്തിലുള്ള ബോഡി എക്സസൈസ്, വെട്ടും കുത്തും എക്സസൈസ് പ്രാക്ടീസ് ചെയ്തിട്ട് അവരുടെ അജൈലായിട്ട്, ബോഡീനെ അജൈലായിട്ട് വെച്ചിരിക്കണം. മനസ്സിനെ ദൃഢപ്പെടുത്താനുള്ള ഒരു ട്രെയിനിങ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് ഇങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത്. പിന്നെ വ്യവസായം ചെയ്യുന്നവരാണ് നമ്മൾ വൈശ്യാസ് എന്ന് പറയുന്ന. അവർക്ക് സ്ഥലം കിട്ടുന്നു, അവരതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണോ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതിനെ അവര് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ വലിയ മാർക്കറ്റ് മാത്രമല്ല, അന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് കൂടുതൽ കാണുന്നത് ഈ ബാർട്ടർ സിസ്റ്റംമാര്. എനിക്ക് പാല് കൊടുക്കാനുണ്ടെങ്കിൽ അരിയായിരിക്കും എനിക്ക് ആവശ്യം, അല്ലെങ്കിൽ ഉപ്പായിരിക്കും എനിക്ക് ആവശ്യം. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ബാർട്ടർ സിസ്റ്റം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വരുന്നത് കോയിൻസ് കാണുന്നതാണ്, കോയിനേജ് എന്ന് പറയും അതിനെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടി? നമുക്ക് കിട്ടിയിട്ടുള്ളത് റീകൺസ്ട്രക്ഷൻ, സാൻസ്ക്രിറ്റ് ശ്ലോകാസിലും സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിലുമാണ് ഇതിനെപ്പറ്റി എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ചരിത്രപരമായിട്ടുള്ള പുസ്തകങ്ങളിൽ, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള പുസ്തകങ്ങളിൽ ആ കാലഘട്ടത്തിൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാവ്യം രൂപത്തിലും നാടകം രൂപത്തിലും, കാവ്യ രൂപത്തിലും നാടക രൂപത്തിലും ഫിലോസഫിക്കലായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. ടെക്നിക്കൽ എന്തൊക്കെ ചെയ്യണം എങ്ങനെയെന്നുള്ളതുണ്ട്. ഗ്രാമർ ഉണ്ട്, മെഡിസിൻ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്. എല്ലാത്തിനെ പറ്റിയും ഇവര് ഈ ബാണഭട്ട പ്രത്യേകമായിട്ട് ഹർഷചരിതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹർഷചരിതയിൽ കൂടെ നമ്മൾ പൃഥ്വിരാജ വിജയ, അല്ലെങ്കിൽ ഇവരുടെ ഓരോ പുസ്തകത്തിലും എഴുതി വെച്ചിട്ടുള്ളതാണ്. ആ കാലഘട്ടങ്ങളിൽ നടന്നിരുന്ന കാര്യങ്ങൾ അവർ എഴുതി വെച്ചിരുന്നു എന്നാണ് അർത്ഥം. ഇനി ഭാഗവത പുരാണമായാലും ശരി, ബ്രഹ്മവൈദ്യര പുരാണമായാലും ശരി, കലിക പുരാണമായാലും ശരി, എല്ലാ പുരാണത്തിലും ആ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എഴുതി
അല്ലെങ്കിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി തന്നെ വേറെ വേറെ ചരിത്രകാരന്മാര് അല്ലെങ്കിൽ ധർമ്മശാസ്ത്രത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഇതിന്നൊക്കെയാണ് സ്മൃതി എന്ന് പറയുന്നത്. സ്മൃതീസ് ആൻഡ് മീമാംസ വേറെ ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആണ്. അതിലും ആ കാലഘട്ടം സോഷ്യൽ സമയത്ത് നടക്കുന്ന ആ കാലഘട്ടത്തിൽ നടക്കുന്ന സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മഹാഭാരതവും രാമായണവും ഒക്കെ ആ കാലഘട്ടത്തിൽ നടന്നതിനെ കഥാരൂപത്തിൽ എഴുതി വെച്ചിട്ടാണ് അതിനെ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിലേക്ക് ആക്കിയത്. അതേമാതിരി ജൈനന്മാരും എഴുതിയിട്ടുണ്ട് അവരുടെ ഭാഷയിൽ. അപ്പോ ഈ എല്ലാ ഭാഷയിലും ആയിക്കോട്ടെ, ഏത് ഭാഷ ആയിക്കോട്ടെ, ഈ ആ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവര് കഥാരൂപത്തിൽ എഴുതുന്നു. അപ്പൊ കഥാരൂപത്തിൽ എഴുതുമ്പോഴത്തേക്കും അതിനെ ഒരു പരാമർശിച്ചു വരുമ്പോൾ ഒരു എന്താണ് ഫോക്ക് സോങ് മാതിരിയോ പണ്ട് രാജാക്കന്മാരുണ്ടായിരുന്നു എന്നുള്ള ലെവലിലുള്ള ഒരു പരിവേഷത്തിലാണ് അത് കൊണ്ടുവരുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് കിട്ടുന്ന സോഴ്സ് എന്താന്ന് വെച്ചാല് പല രാജ്യത്തിൽ നിന്നും അവിടുത്തെ ആൾക്കാരെ ഇവിടെ വന്നു പോയിട്ടുണ്ട്. അത് എക്സ്പെഷ്യലി ചൈനീസും അറബ്സും ആണ്. അപ്പൊ അവര് ബിസിനസ്സിന് വേണ്ടിയിട്ടും ഇവിടെ വരുന്നു. അവരുടെ ഒപ്പം ബിസിനസിന്റെ ഒപ്പം സ്ഥലങ്ങൾ കാണുന്നു, ഇവിടത്തെ മര്യാദകൾ മനസ്സിലാക്കുന്നു, ഇവിടത്തെ നാട്ടു നടപ്പ് മനസ്സിലാക്കുന്നു. അതിനെപ്പറ്റിയൊക്കെ അവർ റെക്കോർഡായിട്ട് അവരുടെ ഡയറി റെക്കോർഡ് എന്ന് പറയാം, ട്രാവലോഗ് എന്ന് പറയാം. അതിന് ഡയറി എഴുതാൻ ഒരു ശീലമുണ്ടെങ്കിൽ അങ്ങനെ എഴുതി പോകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവാണ് വേറെ വിധത്തിലുള്ള അറിവ്. ഈ ലിറ്റററി സോഴ്സസ് ഞാൻ നേരത്തെ പറഞ്ഞത് കൂടാണ്ട് ഈ ട്രാവലോഗിൽ നിന്ന് കിട്ടുന്ന അറിവുകളുണ്ട്. ഇതിലൊക്കെ ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ പരാമർശിച്ചിരിക്കുന്നു. ഇനി ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് എന്ന് വെച്ചാൽ ആ സമയത്ത് സ്ത്രീകളുടെ ജീവിതം എന്തായിരുന്നു, ഡിഫറെന്റ് ആയിട്ട് ഓരോരുത്തർ ചിന്തിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും സ്ത്രീകളെ മരണശേഷം അല്ലെങ്കിൽ ഭർത്താവിന്റെ മരണശേഷം അവരെ വിഡോ റീമാരേജ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇതൊക്കെ നാഷണൽ ടൈമിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒക്കെ പെൺകുട്ടികൾക്ക് വേറൊന്നുണ്ട്, ചൈൽഡ് മാരേജ് ഉണ്ട്. ചൈൽഡ് മാരേജിൽ വരുമ്പോഴത്തേക്കും 5 വയസ്സായ കുട്ടീനെ 5 വയസ്സിനുള്ളിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. 10 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ അച്ഛനും അമ്മയ്ക്കും ആ നാട്ടിലുള്ളവര് കുറ്റം പറയാൻ തുടങ്ങും. കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല. 5 വയസ്സായ കുട്ടിക്ക് 8 വയസ്സോ 10 വയസ്സോ ഉള്ള ഒരു വരനെ കണ്ടുപിടിക്കുന്നു. വരനും ഈ കല്യാണ സമയത്ത് അവനും ഒരു കുട്ടിയാണ്, അവനും അറിയില്ല. അച്ഛന്റെ മടിയിൽ ഇരുന്നാണ്ട് കല്യാണം കഴിക്കുക. അത് ഒരു തമാശ മാതിരിയാണ് അവർ കാണുന്നത് ആ കാലഘട്ടത്തിൽ. എന്നിട്ട് വരന്റെ വീട്ടിലേക്ക് പോകും. പെൺകുട്ടിയുടെ അമ്മയുടെ കൂടെ താമസിക്കുന്നു, ഫാമിലിയായിട്ട് താമസിക്കുന്നു. പിന്നെ പ്രായം അറിഞ്ഞ ശേഷം വലുതായി കഴിയുമ്പോഴാണ് അവര് തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടുന്നത്. അതേസമയം ഈ ഇങ്ങനെ നടന്ന ഈ പെൺകുട്ടി വീട്ടിലിരിക്കുന്ന സമയത്താണ് എന്തെങ്കിലും ഒരു കാരണവശാൽ ആ പയ്യൻ, കല്യാണം കഴിച്ചു പോയ പയ്യൻ എന്തെങ്കിലും മരത്തുനിന്ന് വീണു മരിച്ചു, അല്ലെങ്കിൽ ഒരു പാമ്പ് കടിച്ചു മരിച്ചു, അല്ലെങ്കിൽ റോഡിൽ വീണ് എന്തെങ്കിലും ആപത്ത് വന്നു, കുളത്തിൽ മുങ്ങി മരിച്ചു, എങ്ങനെ വേണമെങ്കിലും മരിക്കാമല്ലോ. 8 9 വയസ്സുള്ള കുട്ടികളാണ്. ആൺകുട്ടി മരിച്ചു പോയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ കുട്ടി, ചെറിയ പെൺകുട്ടി, ചൈൽഡ് ആയിട്ടുള്ള പെൺകുട്ടി, ചൈൽഡ് മാരേജ് ചെയ്ത കുട്ടി ചൈൽഡ് വിഡോ ആയിട്ട് മാറും. ചൈൽഡ് വിഡോ ആയിട്ട് പറയുമ്പോൾ അവൾക്ക് മര്യാദയ്ക്കുള്ള ആഹാരം കഴിക്കാൻ പാടില്ല. വിഡോഹുഡ് വെരി വെരി ബാഡ് തിങ് അറ്റ് ദാറ്റ് ടൈം. കാരണം ഈ ബ്രാഹ്മിൻസിന്റെ ഇടയിൽ ആദ്യം ചെയ്യുന്നത് തലമുട്ടയടിക്കുക. പിന്നെ കളർ ഡ്രസ്സ് കൊടുക്കാൻ പാടില്ല, വെള്ള സാരി കൊടുക്കണം, വെള്ള ഉടുപ്പിടണം, അല്ലെങ്കിൽ പിന്നെ നല്ല ആഹാരം കഴിക്കാൻ പാടില്ല, കളർഫുൾ ആയിട്ടുള്ള വളകളോ ശൃംഗാരങ്ങൾ, സ്ത്രീക്ക് ഇഷ്ടമായ പൊട്ട് വയ്ക്കുക, കണ്ണു എഴുതുക, ഇതൊന്നും പാടില്ല. ഒരു വിഡോ, അതാണ് ചൈൽഡ് വിഡോ എന്ന് പറയുമ്പോഴത്തേക്ക് ആ കുഞ്ഞിനെ അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വിഡോഹുഡ് ഭയങ്കര കഷ്ടമായതായിരുന്നു ബ്രാഹ്മിൻസിന്റെ ഇടയിൽ. അപ്പോൾ അതിന് അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ, സ്വയം ഒന്നില്ലെങ്കിൽ മരിക്കുന്ന ഭർത്താവിന്റെ കൂടെ, സതി എന്ന് പറയും, ഇത്തിരി പ്രായമായിട്ടാണെങ്കിൽ മരിക്കുന്ന ഭർത്താവിന്റെ ചിതയിലേക്ക് എടുത്തു ചാടുക, സ്വയം എടുത്തു ചാടുകയാണ്. ആ വിഡോഹുഡ് അനുഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. കാരണം
ഒരു നല്ല കാര്യങ്ങൾക്ക് ഒരു കല്യാണ വീട്ടിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ എൻജോയ്മെന്റിനായിട്ടുള്ള നല്ല ആഹാരം കഴിക്കാൻ പാടില്ല. അപ്പൊ ഈ ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ മോരിന്റെ വെള്ളവും റൈസുമാണ് അവർക്ക് കൊടുക്കുന്ന ഫുഡ്. എന്തിനാന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള നല്ല ആഹാരങ്ങൾ കഴിച്ച് നിങ്ങൾ ശാരീരികമായിട്ട് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ഫീലിങ്സ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പൊ ഈ വിഡോഹുഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയുന്നു. ഈ അതേസമയം അച്ഛനമ്മമാര് പെൺകുട്ടിയാണ് ജനിക്കണേന്ന് പറയുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന വിഡോഹുഡിന്റെ ക്രുവൽറ്റി കണ്ടതുകൊണ്ട് അവര് പെൺകുഞ്ഞിനെ കയ്യോടെ തന്നെ ഇൻഫെന്റിസൈഡ് എന്ന് പറയും, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചയക്കുക. ഒരു വലിയ പാത്രം നിറയെ പാലൊഴിക്കും, പൗർണമി ദിവസം ആ കുഞ്ഞിനെ അതിൻ്റെ അടുത്തേക്ക് ഇടും, അത് മുങ്ങി മരിക്കും, പാലിൽ മുങ്ങി മരിച്ച് തന്ന കുഞ്ഞിനെ തിരിച്ച് ദൈവത്തിലേക്ക് എത്തുക, ഇൻഫെന്റിസൈഡ്. അപ്പൊ ഇങ്ങനത്തെ ക്രൂവൽറ്റി ഒക്കെ നടന്നിരുന്ന കാലഘട്ടമാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യം നമ്മള് ഇന്ത്യയുടെ ചരിത്രത്തില് നാഷണൽ മൂവ്മെന്റ് വരുമ്പോഴത്തേക്കും റീമാരേജ്, അതേമാതിരി സ്ത്രീയുടെ വ്യത്യാസങ്ങൾ, സ്ത്രീ എന്തൊക്കെ ചെയ്യാന്നുള്ളതിന്റെ വ്യത്യാസങ്ങൾ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്താണ്. പല വിധത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്, അതായത് ചേഞ്ച്. ആ സോഷ്യൽ ക്രൈസിസ് നമ്മൾ കലിയുഗ എന്ന് പറയും. കലിയുഗത്തിൽ പ്രൊജക്ട് ചെയ്തിട്ടുള്ളത് വലിയ യുഗാസിന്റെ 3 വിധത്തിലാണ് കലിയുഗത്തിൽ പ്രൊജക്ട് ചെയ്ത് വരുന്നത്. കലിയുഗത്തില് റെപ്രസെന്റേഷൻ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്, ഇഷ്ടമില്ലായ്ക. അതായത് ബ്രാഹ്മണ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ എതിർക്കുക. അതാണ് കൂടുതലായിട്ട് ഈ കലിയുഗത്തിൽ നടന്നു വരുന്നത്. അതാണ് മിഡീവൽ പീരീഡിൽ നമ്മൾ കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ വർണ്ണവ്യത്യാസം മനസ്സിലാക്കിയത് വർണ്ണത്തിന്റെ കൂടെ ആശ്രമമുണ്ട്. മനുഷ്യന്റെ ആശ്രമങ്ങൾ എന്ന് പറയുന്നത് 4 സ്റ്റേജാണ് മനുഷ്യന്. ബ്രഹ്മചര്യം, അതായത് പഠിക്കുന്ന കാലഘട്ടം ആണിനും പെണ്ണിനും. 2 ഗൃഹസ്ഥം, ഫാമിലി, മാരേജ് കഴിഞ്ഞ പഠിപ്പ് കഴിഞ്ഞാൽ പിന്നെ കല്യാണമായി കുടുംബസ്ഥനായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം, അത് ആണിനും പെണ്ണിനും ഉണ്ട്. പിന്നെ വരുന്നത് സന്യാസം, സഹസ്ര ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഗെറ്റിംഗ് റെഡി ടു ബിക്കം എ സന്യാസി. അപ്പോ അത് വാനപ്രസ്ഥം എന്ന് പറയും. അതായത് ഡിറ്റാച്ച്മെന്റ്, ഒന്നിൽ നിന്ന് കുടുംബത്തിന്റെ അടുത്ത് ഡിറ്റാച്ച്മെന്റ്. ആ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മൾ റിട്ടയർഡ് ലൈഫ് അനുഭവിക്കുന്നവര്, പ്രായത്തിൽ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ 55 വയസ്സ് 60 വയസ്സ് റിട്ടയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ മരണം വരെ അവർക്ക് റിട്ടയർഡ് ലൈഫാണ്. അപ്പൊ നമ്മളുടെ ചുമതലകളൊക്കെ നമ്മളുടെ കുട്ടികളോട്, പ്രായമായ കുട്ടികളോട് ഏൽപ്പിച്ച് എനിക്കൊന്നിനും വയ്യ, ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആ കാലഘട്ടത്തിനാണ് വാനപ്രസ്ഥം എന്ന ആ കാലഘട്ടങ്ങളിൽ പറഞ്ഞത്, അന്നത്തെ കാലത്ത് പറഞ്ഞത്. അപ്പൊ യുവരാജാവിന്റെ കയ്യിൽ രാജ്യഭാരം ഏൽപ്പിക്കും, പിന്നെ പലയിടങ്ങളിൽ തീർത്ഥാടനങ്ങൾ പോകും, അങ്ങനെ സംഭവിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സന്യാസം എടുക്കുമ്പോ ദീക്ഷ എടുക്കാന്നാ പറയാ. സന്യാസം എടുത്തു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ആയി പോകും. ഇങ്ങനെയാണ് നമ്മൾ ഈ 4 ആശ്രമത്തിലെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്റെ ജീവിതത്തില്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും മനുഷ്യൻ അനുഭവിക്കേണ്ടതൊക്കെ അറിഞ്ഞിട്ടാണ് ഈ സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഇത് കൂടാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു നമ്മള് 9 വയസ്സ് 11 വയസ്സിലൊക്കെ ബ്രാഹ്മണന്മാര് ഒരു പൂണൂൽ കല്യാണം നടത്തും. അതായത് കുട്ടീനെ ആൺകുട്ടികള് ഗായത്രി ജപിക്കണം, അതിനാണ് പൂണൂൽ കല്യാണം. അതിന് ദിഗ്വിജയ ട്വൈസ് ബോൺ എന്ന് പറയും, അതായത് റീബർത്ത് എന്നുള്ള മാതിരി. അതേമാതിരി ക്രിസ്ത്യൻസിന്റെ ഇടയിലുണ്ടല്ലോ ഈ ഇത് എന്താ പറയാ, അവര് ഒരു പള്ളിയിൽ കൊണ്ടുപോയിട്ട് എടുക്കുക പെൺകുട്ടികൾക്ക്, അതേമാതിരി ബോയ്സിനും എല്ലാ വിധത്തിലും. അതായത് ഏതെങ്കിലും ഒരു മതത്തിലേക്ക് അവരെ പെർമനന്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇതുകൂടാണ്ട് ഈ നമ്മുടെ ചരിത്രത്തിൽ പറഞ്ഞ ലാസ്റ്റ് ഗ്രൂപ്പ് ശൂദ്രാസ് ഉണ്ട്. ശൂദ്രാസിന്റെ പണി മുഴുവനും ബാക്കിയുള്ള 3 അപ്പർ ക്ലാസ്സിനെയും സെർവ് ചെയ്യുക, എല്ലാ വിധത്തിലും അവര് സെർവ് ചെയ്യുക. അപ്പൊ വർണ്ണശങ്കരത്തിൽ പറഞ്ഞിട്ടുണ്ട് 2 വർണ്ണങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കണമെങ്കിൽ അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ
മിക്സഡ് മാരേജ് നടത്തുന്നത് ഇപ്പോഴും ഇത്തിരി പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്നാലും നടന്നു പോകുന്നുണ്ട്, ജീവിച്ചു പോകുന്നുണ്ട്. ഇനി ഇത് കൂടാണ്ട് നമ്മള് ലാസ്റ്റ് ആയിട്ട് ഇതെല്ലാം കൂടാണ്ട് വേറൊരു ഗ്രൂപ്പ് വരുന്നുണ്ട്, വിച്ച് കോൾ ഇറ്റ് ആസ് മ്ലേച്ഛാസ്. അതായത് 4 വർണ്ണത്തിലും ഇല്ലാത്തവരെയാണ്, 5ാമത്തെ വർണ്ണത്തിൽ വരുന്നവരെയാണ് നമ്മൾ മ്ലേച്ഛാസ് എന്ന് പറയുന്നത്. ഈ മ്ലേച്ഛാസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വർണ്ണജാതി സിസ്റ്റത്തിൽ, ജാതിയുടെ വർണ്ണമുണ്ട്, ഈ വർണ്ണജാതി സിസ്റ്റത്തിൽ കൂടെ അല്ലാത്തവർ, അതായത് ക്രിസ്ത്യനും അല്ല, ഈ 4 നേരെ പറഞ്ഞിട്ട് 4 വർണ്ണത്തിലും പെടാത്ത ഒരു ജാതിയാണ് മ്ലേച്ഛാസ്. ഇനി ഞാൻ കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഓർഡർ, സോഷ്യൽ ഓർഡറിൽ പറയുമ്പോൾ കാസ്റ്റ് സിസ്റ്റം, ഡെഫിനറ്റ് ആയിട്ട് കർണത്തിൽ നിന്ന് കാസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ വരുമ്പോഴത്തേക്കും അപ്പർ ജാതി, ലോവർ ജാതി അല്ലേ? അതേമാതിരി തന്നെ ഈ ജാതിയിൽ തന്നെ 3 തരം ജാതി ഉണ്ട്: ഉത്തമ സംക്രമ, മധ്യമ സംക്രമ ആൻഡ് അധമ സംക്രമ. 3 വിധത്തിൽ ഈ ജാതി സിസ്റ്റത്തിൽ കൂടെ പല വിധത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള മാറ്റേഴ്സ് സൊസൈറ്റിയിൽ കയറുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഗോത്രാസ് ഉണ്ട്. ഇപ്പൊ എന്ത് ഗോത്രം എന്ന് പറയും തമിഴന്മാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് ബ്രാഹ്മിൻസിന്റെ ഇടയിൽ ആയ ഗോത്രം, ഗംഗാ ഗോത്രം, ഈ ഗോത്രം തമ്മിൽ മാറാൻ പാടില്ല കല്യാണം കഴിക്കുമ്പോൾ. അങ്ങനത്തെ ചില ചിട്ടകളുണ്ട്. പിന്നെ ലേറ്റർ ഓൺ കുറച്ചു കാലം കഴിഞ്ഞ ശേഷം അവർക്ക് ഇത്തിരി കൂടെ ഓക്കെ ഇതുകൊണ്ട് കുഴപ്പമില്ല എന്നൊരു ഫീലിംഗ് വന്ന ശേഷം നമ്മള് ബ്രാഹ്മണന്മാരും സബ് കാസ്റ്റായിട്ട് ഡിവിഷനാണ് ഞാൻ ഈ പറയുന്നത്. ഡിവിഷൻ അതേ ഗോത്രത്തിൽ തന്നെ, അതേ ബ്രാഹ്മണിൽ തന്നെ. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്, 2 വിധം ബ്രാഹ്മിൻസ് ഉണ്ട്. ഒന്ന് അയ്യങ്കാരും ഒന്ന് അയ്യരും. അയ്യങ്കാരിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ നെറ്റിയിൽ ഇവരിങ്ങനെ ഒരു നാമം ചാർത്തിയിട്ടുണ്ടാവും. അവര് വിഷ്ണുവിനെ ഭജിക്കുന്നവരാണ് അയ്യങ്കാര്. ശിവനെ ഭജിക്കുന്നവരുടെ നെറ്റിയിലെ വിഭൂതി, അതായത് ഭസ്മം, 3 വിധത്തിൽ ഭസ്മം ഇട്ടിട്ടുണ്ടാവും, അവര് അയ്യര്. അപ്പൊ ക്ഷിപ്രപ്രസാദിയായ ശിവനെ ഭജിക്കുന്നവരാണ് അയ്യര്, അല്ലെങ്കിൽ വിഷ്ണുവിനെ ഭജിക്കുന്നവരാണ് അയ്യങ്കാര്. നാമം 3 നാമം വിഷ്ണുവിന്റെ, അതായത് തിരുപ്പതി വെങ്കടാചലപതിയുടെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്കിവിടെ പല വിധത്തിലുള്ള ഗോത്രങ്ങളും ചേഞ്ചസും നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, വർണ്ണത്തിന്റെ അകത്ത് തന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് പഞ്ചകൂടാസ്, നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും 2 ഗ്രൂപ്പ്, നോർത്ത് ഇന്ത്യയിലുള്ള ബ്രാഹ്മിൻസ്, സൗത്ത് ഇന്ത്യയിലുള്ള ബ്രാഹ്മിൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ബംഗാളിലും മിഥിലയിലും ബ്രാഹ്മിൻസ്, മീൻ കഴിക്കുന്ന ബ്രാഹ്മിൻസ് ഉണ്ട്, മീൻ കഴിക്കാത്ത ബ്രാഹ്മിൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെതായ സൊസൈറ്റിയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനാണ് നമ്മൾ പ്രൊലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണൻസ് അവനവന്റെ ആവശ്യമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി അതിൽ കൂടെ അവരെ ആ വിധത്തിൽ ജീവിക്കാനുള്ള ഒരു ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നു. അതാണത്. അതിന്റെ കൂടാണ്ട് മഠം എന്ന് പറഞ്ഞാൽ മത്ത് എന്ന് പറയും. നമുക്കുണ്ട് ശങ്കരാചാര്യരുടെ മഠമുണ്ട്, 4 മഠമുണ്ട്. അതേമാതിരി തന്നെ അവര് ബ്രഹ്മചരീൻസ് ഒരു ലാൻഡിനെ കൾട്ടിവേറ്റ് ചെയ്യുക, കിട്ടുന്ന ലാൻഡിനെ കൾട്ടിവേറ്റ് ചെയ്യുക, അതിൽ നിന്നുള്ള എമൗണ്ട് എടുത്തിട്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അവർ ടാക്സ് അടയ്ക്കുക, അങ്ങനത്തെ. പിന്നെ പതുക്കെ ഈ ബ്രാഹ്മിൻസ് ഒരു ലാൻഡ് ലോർഡ് എന്നുള്ള സ്റ്റേറ്റസിലേക്ക്, ഫ്യൂഡൽ ലോർഡിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർക്ക് കുറച്ചുകൂടെ പവർ കിട്ടുന്നു, അവർക്ക് കുറച്ചുകൂടെ പവർ കയ്യിൽ കിട്ടും. അമ്പലങ്ങളും മൊണാസ്ട്രിയിലും അവരുടെ കയ്യിൽ കിട്ടുന്നു. ഈ സൊസൈറ്റിയിലെ ലാൻഡ് ഉള്ളത് കൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ഹയർ മര്യാദ കിട്ടുന്നു. അങ്ങനെ മര്യാദ കിട്ടി വരുമ്പോഴത്തേക്ക് അവര് താമസിക്കുന്ന സ്ഥലങ്ങള് അല്ലെങ്കിൽ വലിയ വീടുകൾ കിട്ടുകയും, അല്ലെങ്കിൽ ഒരു ഗ്രാമം, പാലക്കാട്ടിൽ കാണുന്നുണ്ട്, അഗ്രഹാര എന്ന് പറയും, ഒരേ മാതിരിയുള്ള വീടുകൾ കിട്ടുക. അതായത് ഈ ലാൻഡിന്റെ അടുത്തായിട്ടായിരിക്കും ഈ വീടുകൾ കെട്ടുന്നത്. കാരണം അവർക്ക് രാവിലെ ഇറങ്ങി പാടത്തിലേക്ക് പോകാനും അതേമാതിരി ലേറ്റ് ആയിട്ട് വരുമ്പോൾ താമസിക്കാനുള്ള സൗകര്യത്തിനാണ് അഗ്രഹാരം പറയുക. അപ്പൊ ഇത് കൂടാണ്ട് നോൺ അഗ്രഹാരം ജമ്മികളല്ലാത്തവരും നോൺ അഗ്രഹാരം ലെവലിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഈ വ്യത്യാസം പതുക്കെ ബ്രാഹ്മിൻ പതുക്കെ ഫാർമർ ലെവലിലേക്ക് വരുന്നതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചേഞ്ചിനെ നമ്മൾ സോഷ്യൽ ഗ്രൂപ്പില് മഹാത്മാസ് എന്ന് പറയുന്നത്, കുടുംബിനീസ് എന്ന് പറയുന്നത്, കൈഷ്യാസ് എന്ന് പറയുന്നത്.
ഇതിന്റെ കൂടാണ്ട് ഇവര് ഈ ബ്രാഹ്മിൻസ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും അല്ലെങ്കിൽ അവരുടെ ആവശ്യമനുസരിച്ച് മാറ്റി സിമെന്റ് ചെയ്ത് സൊസൈറ്റിയിൽ ഒരു ബെറ്റർ പൊസിഷൻ കയറുന്നു. ഇത് കൂടാണ്ട് അവർ പഠിക്കാൻ തുടങ്ങി, അക്കാഡമിക് ക്രെഡൻഷ്യൽസ് കൊണ്ടുവരുന്നുണ്ട്, രാജാവുമായിട്ട് കണക്ഷനുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ലൈഫിന്റെ സുഖകരമായ ജീവിതത്തിൽ കൂടെ അവർ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഈ ലാൻഡും ദക്ഷിണയായിട്ടും കിട്ടുന്നുണ്ട്. ദക്ഷിണായിട്ട് ഒരു പൂജ ചെയ്യുമ്പോൾ അവർക്ക് ദക്ഷിണയായിട്ടും ലാൻഡും കിട്ടുന്നുണ്ട്, ദക്ഷിണയും കിട്ടുന്നുണ്ട് കോമൺ മാനില്. പിന്നെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാല് ഈ ബ്രാഹ്മിൻസിന്റെ ലാൻഡിലേക്കുള്ള മാറ്റവും സ്റ്റേറ്റ് മാറ്റവും പതുക്കെ പതുക്കെ അവര് ഒക്യുപ്പേഷൻസ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അതായത് അഗ്രികൾച്ചറും ഉണ്ട്, വ്യാപാരമുണ്ട്, ബിസിനസ്സുണ്ട്, അഡ്മിനിസ്ട്രേഷനുണ്ട്, അതേമാതിരി മിലിറ്ററിയിലേക്കും നമുക്ക് ചില സന്യാസിമാർ, ചില ബ്രാഹ്മിൻ തന്നെ മിലിറ്ററിന്റെ ലീഡറായിട്ട് വരുന്നുണ്ട്. ദ്രോണാചാര്യര് ബ്രാഹ്മണാണ്, പക്ഷെ മിലിറ്ററി സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കുന്ന ദ്രോണ ആചാര്യനാണ്. അപ്പൊ അമ്പും വില്ലും എങ്ങനെ പഠിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനല്ല ദ്രോണാചാര്യര്. ഈസ് എ ബ്രാഹ്മിൻ പ്രീസ്റ്റ് അറ്റ് ദ സെയിം ടൈം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്ഥാനമാനങ്ങളുടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഈ സ്ഥാനമാനങ്ങൾ വ്യത്യാസങ്ങൾ വരുന്നതനുസരിച്ച് അവരുടെ ജീവിത രീതികളും മാറി വരുന്നുണ്ട്. അതേമാതിരി ഉപയോഗിക്കുന്ന സാധനങ്ങളും മാറി വരുന്നു. അപ്പൊ പതുക്കെ പതുക്കെ ചേഞ്ചസ് സൊസൈറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ട്രഡീഷൻ പഴയ ബ്രാഹ്മൺ സിസ്റ്റത്തിൽ നിന്ന് പുതുതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ജന്മിയായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അവർ ഒരു ആചാര്യനായിട്ട് മാറുന്നു, അല്ലെങ്കിൽ വാർഫെയറിൽ ഭൂമുഖത്ത് അവർ എത്തുന്നു. അങ്ങനെ ഓരോ വ്യത്യാസങ്ങൾ നമ്മൾ മാഗ്ന കാർട്ടയിലും സ്കപ്പവൈ അവരുടെ ഒറിജിനെ പറ്റിയൊക്കെ പുസ്തകങ്ങളിൽ കൂടെ നമ്മൾ അറിയുന്നുണ്ട്. ഇനി ഇത് കൂടാണ്ട് രാജബ്രാഹ്മിൻസ്, ക്ഷത്ര ബ്രാഹ്മിൻസ്, വൈശ്യ ബ്രാഹ്മിൻസ്, ശൂദ്ര ബ്രാഹ്മിൻസ്. അത് എങ്ങനെയാ വെച്ചാല് അവൻ ബൈ ബർത്ത് ആരായിരിക്കും? വൈശ്യനായിരിക്കും. ബട്ട് ഹി ഈസ് ഡൂയിങ് പൂജാസ്, ഹി വിൽ ബിക്കം എ വൈശ്യ ബ്രാഹ്മണ. അതായത് പഠിച്ചിട്ട് സാൻസ്ക്രിറ്റ് പഠിച്ചിട്ട് വേദങ്ങൾ പഠിച്ചിട്ട് പൂജ ചെയ്യാനുള്ള കഴിവ് കണ്ട് സ്വയം പ്രാപ്തിയാകുന്ന ഒരു വൈശ്യൻ ബിസിനസ്സുകാരനാണ്. ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ചേഞ്ചസ് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ക്ഷത്രിയ ബ്രാഹ്മിൻസ്, രാജാവ് ബ്രാഹ്മണൻ രാജാവാകുക, ക്ഷത്രിയൻ ബ്രാഹ്മണനാവുക, ചേഞ്ചസ് പതുക്കെ പതുക്കെ ചേഞ്ചസ് വരുന്നു. ഈ ബ്രാഹ്മണ ക്ഷത്രിയ എന്താ വെച്ചാല് അവര് പിന്നെ ലാസ്റ്റിൽ എന്താ പറ്റുക? ഈ ബ്രാഹ്മണ എന്നുള്ള പേരിന് അങ്ങോട്ട് കളയും. ഇനി ബ്രാഹ്മണ ക്ഷത്രിയ എന്ന് വേണ്ട, ക്ഷത്രിയ എന്ന് മാത്രം മതി. കാരണം രാജാവിന്റെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഈ ബ്രാഹ്മണന്റെ കൂട്ട് വേണ്ട, ബ്രാഹ്മൺ എന്നുള്ള വാല് വേണ്ട, കളഞ്ഞിട്ട് ക്ഷത്രിയ ഒറിജിനിലേക്ക് മാറാണ്. അങ്ങനെയാണ് നമുക്ക് നോർത്ത് ഇന്ത്യയില് രാജസ്ഥാനിലെ ചൗഹാൻസ്, പ്രതിഹാരാസ്, ഗുലിഹാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർണ്ണങ്ങള് ഈ മിക്സഡ് വർണ്ണത്തിൽ വന്ന് അവര് ക്ഷത്രിയന്മാരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഈ പ്രോലിഫറേഷൻ റൂളിംഗ് കാസ്റ്റിലും വരുന്നുണ്ട് ചേഞ്ചസ്. ഇതേമാതിരിയുള്ള ചേഞ്ചസ് ക്ഷത്രിയ വർണ്ണത്തിലും വന്നതിന് ശേഷം രജപുത്സ് ആണ് ക്ലിയർ എക്സാമ്പിൾ. ഇതിനുള്ള എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് രജപുത്ത് ആണ്. നോർത്ത് ഇന്ത്യയിലുള്ള രജപുത്സ് 36 ക്ലാൻസ് ഉണ്ട്. അതില് ചഹാമൻസ് ഉണ്ട്, പ്രതിഹാരാസ് ഉണ്ട്. ഇതൊക്കെ പല വിധത്തിലുള്ള ഗ്രൂപ്പുകളായിട്ട് മാറി മാറി ഭേദം മാറ്റിയിട്ട് അവര് റൂൾ ചെയ്യുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിലാണ്, രജപുത്സിന്റെ കാലഘട്ടത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് 7 തൊട്ട് 8ാമത്തെ സെഞ്ചുറിയിൽ. പിന്നെ ലൈഫായിട്ട് കൂടുതലായിട്ട് കാണുന്നത് 12ാമത്തെ സെഞ്ചുറിയിൽ. അപ്പോൾ ഈ സബ് ഡിവിഷൻസ് ഉണ്ടെങ്കിൽ കൂടിയും ഇന്റർമിംഗ്ലിംഗ് വഴിയും എക്സ്ചേഞ്ച് വഴിയും മാരേജ് വഴിയും ഇവരിങ്ങനെ വലുതായി ക്ഷത്രിയ ക്ലാൻ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ലാൻഡ് മാത്രമല്ല, അപരാജിത പരമ ഭട്ടഭുവാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങേരുടെ പുസ്തകത്തിൽ 2-3 പുസ്തകങ്ങൾ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാല്,
ഒരു എംപറർ അല്ലെങ്കിൽ ചക്രവർത്തി, സാമന്ത, മഹാരാജാതിരാജ പരമേശ്വര എന്നുള്ള ലെവലിലേക്ക് എത്തുന്നു. അതിനുശേഷം തൻ്റെ താഴെ മണ്ഡലാസ് വെക്കുന്നു. ഈ മണ്ഡലത്തിൽ കൂടെ മഹാ സാമന്താസ് വരുന്നു. അവർക്ക് താഴെയായിട്ട് സാമന്താസ് വരുന്നു. അപ്പൊ ഇങ്ങനെ ഈ പിരമിഡിക്കൽ ഷേപ്പില് താഴെ 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 ആൾക്കാർ കൊണ്ടുപോയി അപ്പോൾ തനിക്ക് പ്രാധാന്യം വരികയും ക്ഷത്രിയ രാജാവിന്റെ സ്റ്റേറ്റസിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതാണ് അവിടെ ആ സംഭവത്തിൽ നടന്ന കാര്യം. ഇനി ഈ ലാൻഡിന്റെയും വർണ്ണത്തിൽ കൂടാണ്ട് പല വിധത്തിലുള്ള കുലങ്ങൾ മാത്രമല്ല, അവർ അത് കഴിഞ്ഞ് ഓരോ വാറ് കഴിയുമ്പോഴത്തേക്കും അവർ ടൈറ്റിൽ എടുക്കും. താക്കൂർ, റാഹത്ത്, നായക്, ഇങ്ങനെ ഓരോ ടൈറ്റിൽസും കൂടെ നമ്മളുടെ പേരിന്റെ കൂടെ ചേർത്ത് കൊണ്ടുവരുന്നു. കാരണം അവിടെ സൊസൈറ്റിയിൽ വരുന്ന പ്രസ്റ്റീജ്, പേരിന്റെ കൂടെ വരുന്ന പ്രസ്റ്റീജ്. ഓക്കെ, അപ്പൊ അങ്ങനെ ക്ലാൻസിൽ വന്നതാണ് നമ്മുടെ പ്രതിഹാരാസ് ഉണ്ട്, ഗുഹിലാസ് ഉണ്ട്, ചാമൻസ് ഉണ്ട്. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്ന ക്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം, ഗ്രൂപ്പ്. നമ്മൾ പത്മാവതി ഗ്രൂപ്പിലുണ്ട്, ചൗഹാൻ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ആ പ്രത്യേക പേരിൽ കൂടെ നമുക്ക് അവര് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ചെയ്യുന്നതിന്റെ ഈ സോഷ്യൽ പൊളിറ്റിക്കൽ ചേഞ്ചസിൽ വന്നതിന്റെ ഉള്ള ബെനിഫിറ്റ്. ഇനി ഈ വൈശ്യാസ് ആയിട്ടുള്ളവര്, വൈശ്യ ട്രേഡിംഗ് കാസ്റ്റ് ഉള്ളവര്, അവർക്ക് എന്ത് വ്യത്യാസമാണ് വരുന്നത്? പ്രോലിഫറേഷൻ എന്ന് പറഞ്ഞ ചേഞ്ചസ്. അവരെന്ത് വ്യത്യാസമാണ് വരുന്നത്? വൈശ്യവർണ്ണ, ഈ വൈശ്യവർണ്ണത്തിൽ വരുന്ന വ്യത്യാസം എന്താന്ന് നോക്കാം. ഇവിടെ അവര് മർച്ചന്റ് ആയിരുന്നു, കച്ചവടക്കാരാണ്. അപ്പൊ ഈ കച്ചവടക്കാരെ എക്സ്പാൻഷൻ, അഗ്രികൾച്ചർ എക്സ്പാൻഷൻ കൂടുതലാവുന്നു. അവർക്ക് ശൂദ്രന്മാരുടെ കൂടെ ഇടപെടേണ്ട കാര്യങ്ങൾ വരുന്നു. അങ്ങനെ ഇടപെടേണ്ടി വരുമ്പോഴത്തേക്കും ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടതിൽ ശ്രുതി എന്ന് പറഞ്ഞ ലിറ്ററേച്ചറിൽ കൂടിയാണ്. അപ്പൊ വഞ്ചിഗ്രാമ, അപ്പൊ ഇവര് താമസിക്കുന്ന സ്ഥലങ്ങൾക്ക് പേരാണ് വഞ്ചിഗ്രാമ. അതായത് പല വിധത്തിലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. പേൾസ്, കോറൽസ്, മെറ്റൽസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് കരവിരുത് ഡെവലപ്പ് ചെയ്തിട്ട് അവർ ഒരു പുതിയൊരു സെറ്റപ്പ് ആക്കി വർണ്ണ ഐഡന്റിറ്റി കൊടുക്കുകയാണ്. ആ വർണ്ണ ഐഡന്റിറ്റിയാണ് വനജി എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി അവർക്ക് കിട്ടുന്നു. ഈ വനജിയിൽ കൂടെ അവര് പിന്നെയും വ്യാപാരം നടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഹെറിഡിറ്ററി ആയിട്ട് പ്രൊഫഷൻ ടേൺഡ് ഇൻ ടു കാസ്റ്റിൽ കൂടെ വർണ്ണം വന്നു. അതായത് കൊല്ലൻ പണി ചെയ്യുന്നു, ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വേറെ ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാക്കുന്നു. ആ വിധത്തിൽ വൈശ്യനാണ് എന്നുള്ള ഒരു സ്റ്റേറ്റസിലേക്ക് അവർ എത്തുകയാണ്. ചേഞ്ചസ് ആണ്. ശൂദ്ര എങ്ങനെയാണ് ചേഞ്ച് ആയി വന്നത്? ശൂദ്ര ജാതീസ് അല്ലെങ്കിൽ മിക്സഡ് കാസ്റ്റ് എന്ന് വേണമെന്നെങ്കിൽ പറയാം. ഇതെങ്ങനെ വെച്ചാല് ഓരോന്നും അങ്ങനെ ഒന്നിൽ നിൽക്കുന്നില്ല. ഭാഗവതി പുരാണത്തിൽ പറയുന്നുണ്ട് 10 മുതൽ 17-ാം സെഞ്ചുറിയിലാണ് ഇത് നടക്കുന്നത്. ഇവിടെ എന്താ നടക്കുക വെച്ചാൽ അൺടച്ചബിൾസ് ആയിരുന്നവര്, അൺടച്ചബിൾസ് എന്താ, തൊട്ടുകൂടായ്മയിൽ ജനിച്ച ആൾക്കാര്, അതിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിനെപ്പറ്റി പുരാണത്തിൽ എന്തിനാ പറഞ്ഞിട്ടിരിക്കുന്നത്? അങ്ങനെ മിക്സഡ് ക്ലാസ് 36 ക്ലാസ് ഉണ്ട്. 36-ൽ 12 എണ്ണം മധ്യമം, 9 എണ്ണം ആദമം. അധമം എന്ന് വെച്ചാൽ പകുതി സെഞ്ചുറീസിൽ തന്നു. ഇനി 36-ൽ കൂടെയും നമ്മൾ കണ്ടിട്ടുള്ളത് കണക്ഷൻ കാസ്റ്റും കാസ്റ്റേഴ്സും. 36 ക്ലാൻസിൽ കൂടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മെഡീവൽ ലിറ്ററേച്ചർ ആണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ജാതി വരുന്നു, പല വിധത്തിലുള്ള ജാതി വരുന്നു. ജാതിയിൽ കൂടെ മിക്സിംഗ് മാരേജസ് നടക്കുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്നു, പുതിയൊരു ജാതിയിൽ ജനിക്കുന്ന ഒരു കുട്ടി വരുന്നു. ഇനി അടുത്തതായിട്ട് ദ ന്യൂ കാസ്റ്റ് എന്ന് പറയുന്നത് കാശ്യദാസ് ആൻഡ് വൈദ്യാസ്. അതാണ് 5-ാമത്തെ വർണ്ണം. ഈ 5-ാമത്തെ വർണ്ണത്തിൽ ഇവര് സോഷ്യലായിട്ടും ഡിസ്ക്രിമിനേഷൻ ചെയ്തിട്ടുള്ള വർണ്ണവും ജാതിയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ കോമ്പിനേഷനിൽ വരുന്നത് ഇങ്ങനെയെന്ന് വെച്ചാല് 4 നേരത്തെ പറഞ്ഞിട്ടുള്ള ധർമ്മത്തിലുള്ളവരല്ല. ചണ്ടാള എന്നുള്ള ഒരു പേര് നമ്മൾ കേട്ടിട്ടുണ്ട്.
ചണ്ടാള ബുദ്ധ ഭിക്ഷുവിന്റെ സ്റ്റോറിയിലൊക്കെ ചണ്ടാളൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ചണ്ടാളൻ എന്ന് വെച്ചാൽ ഔട്ട്കാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ ഗ്രാമത്തിന്റെ പുറത്തായിരിക്കും താമസിക്കുക, മീനിയൽ ആയിട്ടുള്ള ജോബ് ചെയ്യുക, ബാക്കിയുള്ളവരായിട്ട് സഹവാസം ഇല്ലാണ്ടിരിക്കുക, അൺടച്ചബിൾസ് ആണ് അവർ. അപ്പോ ഇവരുമായിട്ട് ഒരു സമ്പർക്കം വരിക നടക്കുന്ന കാര്യമാണെന്ന് വെച്ചാൽ നടക്കാം, എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടക്കാം. അപ്പൊ ചണ്ടാലനും ശവപ്രഭയും ഒക്കെ അൺടച്ചബിൾസ് ആണ്. അവരുടെ തൊടാൻ പാടില്ല, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സംബന്ധം പാടില്ല. അതാണ് ശൂദ്രാസിന്റെ പ്രത്യേകം. ഇതിൽ കൂടെ ചൈനീസ് ട്രാവലർ പറയുന്നുണ്ട്, ഈ ബുദ്ധിസ്റ്റ് ജെയിനില് ബുദ്ധമത സമയത്തും അവർക്കൊന്നും സംസ്കൃതി പഠിക്കാത്തതുകൊണ്ടും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഇവരുടെ പാലി ലാംഗ്വേജ്, പ്രക്കറ്റ് ലാംഗ്വേജിൽ കൂടെ സാധാരണ തരത്തിൽ ബുദ്ധമതവും ജൈനമതവും അവര് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ചണ്ടാളന്മാരും അല്ലെങ്കിൽ ലോ ഗ്രേഡ് കാറ്റഗറിയിലുള്ളവർക്കും ഇതൊക്കെ വായിക്കാനും കേൾക്കാനും പഠിക്കാനും വന്നപ്പോൾ അവരങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങി ജീവിതചരിതം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ പ്യൂരിറ്റി ആൻഡ് ഇംപ്യൂരിറ്റി, ഏറ്റവും കൂടുതൽ പ്യൂരിറ്റി എന്തായിരിക്കും? വെള്ളം തൊടാൻ പാടില്ല, അല്ലെങ്കിൽ ഫുഡ് തൊടാൻ പാടില്ല, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ല, ഇതൊക്കെ തൊട്ടുകൂടായ്മയുണ്ട്. അപ്പൊ തൊട്ടുകൂടായ്മേനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്നവര്, മീൻ പിടിക്കാൻ പോകുന്നവര്, കാട്ടിൽ വേട്ടാളൻ, ബുച്ചറ്, എക്സിക്യൂഷൻ ചെയ്യുന്നവർ, ഇവരൊക്കെ ഈ ചണ്ടാള ഗ്രൂപ്പിൽ വരുന്നവൻ, ഏറ്റവും താഴ്ന്ന ഗ്രൂപ്പ് എന്നർത്ഥം. അപ്പോ അവര് ഇങ്ങനെ പല വിധത്തിലുള്ള മ്ലേച്ഛാസ് നമ്മൾ അല്ലെങ്കിൽ അൺടച്ചബിൾസ് നമ്മൾ കണ്ടുവരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. ഓക്കെ, ഇനി ഇവരുടെ കാലഘട്ടത്തിന് ശേഷം ഇവർക്ക് അമ്പലത്തിൽ വരാൻ പാടില്ല, തൊട്ടായ്മയുണ്ട്. നമ്മളുടെ അമ്പലത്തിലൊന്നും ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഇവരെ അല്ലെങ്കിൽ ശൂദ്രന്മാർക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധമുണ്ടായിരുന്നു. ബ്രാഹ്മിൻസിന്റെ ആ മേധാവിത്വം, ബ്രാഹ്മണൻ എന്ത് ചെയ്താലും തെറ്റില്ല, പക്ഷെ ശൂദ്രൻ അതേ തെറ്റിന് ചെയ്താൽ അവന് വളരെ മോശമായ പണിഷ്മെന്റ് കിട്ടും. അപ്പോൾ സൊസൈറ്റിക്കകത്ത് കിട്ടുന്ന ഇക്വാളിറ്റി ഇല്ല എന്നർത്ഥം. അപ്പൊ അതിട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുന്നതിനും രാജാക്കന്മാര് അത് സപ്പോർട്ട് ചെയ്യണം, ബാക്കി 3 ക്ലാസ്സുകാരും സപ്പോർട്ട് ചെയ്യണം. ബ്രാഹ്മണൻസിന്റെ തെറ്റിനെ അവര് വന്ന് ഇങ്ങോട്ട് വീണു അല്ല, അവരുടെ തെറ്റിനെ കാണാത്ത മതത്തിൽ അല്ലെങ്കിൽ അതിനെ കാര്യമായിട്ട് എടുക്കാറില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ട്രൈബാണ്. ട്രൈബിസം ഇത് തന്നെയാണ് പറഞ്ഞത്, കൾട്ട് ഫോർമേഷൻ ആണ്. ഈ കൾട്ട് ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്ഥലം കൊടുക്കുന്നു, സ്ഥലം കിട്ടുന്നു, അവർ താമസിക്കുന്നു. ഇതിന്റെ കൂടെ ബ്രാഹ്മണാസിന്റെ ഒരു റൂളിംഗ് പർപ്പസ് ഉണ്ട്. ആ റൂളിംഗ് പർപ്പസിൽ കൂടെ അവര് ജീവിച്ചു പോവാണ് കൾട്ടില്. അതായത് നോർത്ത് ഇന്ത്യയില് ഏറ്റവും കൂടുതൽ കൾട്ട് ട്രൈബ് കാണുന്നത്, ട്രൈബൽ ഇന്റഗ്രേഷൻ, നമ്മൾക്ക് ആദിവാസി എന്ന് പറയാം, ജഗന്നാഥ കൾട്ട് ഓഫ് പൂരി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അവിടെ ട്രൈബ് കൺവേർട്ട് ചെയ്യുന്നില്ല, ഒരു ജാതിയിലേക്കും കൺവേർട്ട് അല്ലെങ്കിൽ മതത്തിലേക്ക് വർണ്ണത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല, അവര് അതേ ജാതിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അതേ ജാതിയിൽ തന്നെ ഇരുന്നുകൊണ്ട് അവർ ജീവിക്കുകയാണ്. അതിനാണ് നമ്മൾ ട്രൈബൽ ആദിവാസികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടത്തെ കാര്യത്തിൽ ആദിവാസികൾ കേരളത്തില്. ഇതിൽ വേറൊരു നെല്ലൂർ ഗുണ്ടൂർ ഏരിയ അല്ല, ബോയസ് അല്ല, നമ്മളിപ്പോ കാണാനുള്ള അവർക്ക് ഭാഷയില്ല, അവർക്ക് പഠിപ്പില്ല, അവര് കാട്ടിൽ ജീവിക്കുന്നു, മരത്തിൽ തേൻ കളക്ഷന് പോകുന്നു, അല്ലെങ്കിൽ തെന പറിക്കാൻ പോകുന്നു. അവരുടെ ജീവിതം അങ്ങനെ തീർക്കുകയാണ് അവര്. അല്ലാണ്ട് പ്രത്യേകമായിട്ട് ഒരു എയിമും ഇല്ല ലൈഫില്, പ്രത്യേകമായിട്ട് ഒന്നും സാധിക്കാനും ഇല്ല. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സ്ലേവ് ആണ്. സ്ലേവ് എന്ന് പറയുമ്പോൾ അടിമത്വം, അടിമകൾ ഉണ്ടായിരുന്നു, അടിമത്വം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അടിമകൾക്ക് എന്ത് പറഞ്ഞാലും അവരുടെ ജീവിതം വളരെ പരിതാപകരമായ ജീവിതമാണ്. അവർക്ക് ജോലി ചെയ്യാൻ മാത്രമേ വിധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാരെയും സ്ലേവായിട്ട് അല്ലെങ്കിൽ അടിമയായിട്ട് ജീവിക്കുക. മനുസ്മൃതിയിലെ 5 തരപ്പ്
സ്ലേവിനെ പറ്റി അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ആദ്യത്തേത് മനുസ്മൃതി. മനുസ്മൃതി പറയുന്നത് 7 ടൈപ്പ് അടിമകളാണ്. നദസ്മൃതി പറയുന്നത് 15 തരത്തിലുള്ള അടിമകളാണ്. ഈ ഓരോ അടിമയ്ക്കും അവരുടേതായ വ്യത്യാസങ്ങളുണ്ട്. പർച്ചേസ് ചെയ്യാം. നമ്മൾ പട്ടിയും പൂച്ചേനെയൊക്കെ മേടിക്കുന്ന മാതിരി മേടിക്കാം. എന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ 10 അടിമേനെ മേടിക്കാൻ. ആ കാലഘട്ടത്തിൽ നമ്മുടെ സ്ലേവറി സിസ്റ്റം ഇവിടെ മാത്രമല്ല, ഫ്യൂഡൽ ലോഡ്സ് ആയ ബ്രിട്ടീഷ് ടൈമിൽ നടന്നിരുന്നു. ആൾക്കാരെ പിടിച്ച് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആൾക്കാരെ പിടിച്ച് കപ്പലിൽ കൊണ്ടുപോയി മാർക്കറ്റിൽ, സ്ലേവ് മാർക്കറ്റിൽ വിൽക്കുക. അവർക്ക് അവരുടെ ജോലി, സ്ലേവിന് ജോലി മുഴുവനും പണിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ എല്ലാവിധ ലോ ഗ്രേഡ് വർക്കും അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. അങ്ങനെയാണ് ഈ നമ്മളൊരു വേർഡ് തന്നെ പറയുന്നത്, ദാസന് ജനിച്ചവൻ ദാസപുത്രൻ. ദാസൻ എന്ന് വെച്ചാൽ സ്ലേവ് എന്നർത്ഥം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ പല ആ കാലഘട്ടങ്ങളിൽ മാനുവൽ വർക്കിന് ചെയ്തിരുന്നവരെയാണ് സ്ലേവ്സ്. കൂടുതൽ സ്ലേവറിയിൽ, അതായത് ബ്രിട്ടീഷ് ഹിസ്റ്ററി അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഈ സ്ലേവ്സിനെയാണ് നമ്മളുടെ കപ്പല്, ആദ്യകാലങ്ങളിൽ കപ്പലിലെ ആൾക്കാരുടെ ശരീരത്തിന്റെ കൈയിന്റെ ഇതുകൊണ്ട് അടിയിൽ, കപ്പലിന്റെ അടിയിൽ തുഴയാൻ ഉപയോഗിച്ചിരുന്നു, പണിയെടുക്കാൻ ഉപയോഗിച്ചിരുന്നു, പ്രോപ്പർട്ടിയിൽ ഉപയോഗിച്ചിരുന്നു, ബിൽഡിംഗ് കെട്ടാൻ ഉപയോഗിച്ചിരുന്നു. എല്ലാത്തിനും ഈ അടിമകളെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഒരു എന്താ പറയാ, ഒരു ലെവലും അവരെ കൊണ്ട് എല്ലാ പണിയും. ഇത് ആണ് മാത്രമല്ല, സ്ത്രീകളും അടിമകളായിട്ട് ജീവിച്ചിട്ടുണ്ട്. ഒരു കുടുംബമേ അടിമയായിട്ട് ജനിക്കേണ്ട ഒരു കാര്യം വന്നിട്ടുണ്ട്. അങ്ങനത്തെ കഥകളൊക്കെ നമ്മളുടെ ഇന്ത്യൻ ഫോക്ക് സ്റ്റോറിയിൽ വരുന്നുണ്ട്. പിന്നെയാണ് ലാസ്റ്റ് ആയിട്ട് വരുന്നത് മ്ലേച്ചാസ്. ഈ മ്ലേച്ചാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെക്കാട്ടിലും താഴ്ന്നതായിട്ട് ഒന്നുമില്ല. ഓരോന്നിലും അവരുടെ ഏറ്റവും അതേ ട്രൈബായിട്ട് ബ്രാഹ്മണിക്കൽ സൊസൈറ്റിയിലും വേരിയസ് ലെവലിലും ഒന്നും ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥാനമില്ല. മ്ലേച്ചാസ് എന്നാണ് അവരെ പറയുന്നത്. ഈ മ്ലേച്ചാന്റെ ജീവിതവും ഏകദേശം നമ്മളുടെ അടിമകളെ പറ്റി തന്നെയാണ് സംവരിച്ചു പോകുന്നത്. ഇനി ഞാൻ അടുത്ത ചാപ്റ്ററിലേക്കാണ് പോകാൻ പോകുന്നത്. ഇതിന്റെ കുറച്ചുകൂടി ഉണ്ട് ജെൻഡർ റിലേഷൻ. ജെൻഡർ റിലേഷൻ വെച്ചാൽ എങ്ങനെ വിധത്തിൽ നമ്മൾ ഏത് വിധത്തിലാണ് ജെൻഡറുമായിട്ട്, അതായത് ആൺ പെൺ വ്യത്യാസം, ആ ആൺ പെൺ വ്യത്യാസത്തിനാണ് നമ്മൾ ജെൻഡർ റിലേഷൻ എന്ന് പറയുന്നത്. ഈ ജെൻഡർ റിലേഷനിൽ കൂടെ റിലേഷൻസ് എത്രത്തോളം സ്ത്രീകൾക്ക് പഠിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. കാലഘട്ടങ്ങളിൽ മുഴുവനും മെയിൽ മേധാവിത്വം കൂടുതലുള്ള സമയമാണ്. അപ്പോൾ ഈ സ്ത്രീകളെ അവർക്ക് പഠിക്കാൻ മാത്രമല്ല, അവർക്ക് തൻ്റെതായ താൻ ജനിച്ചു വളർന്ന സ്ഥലത്തിൽ അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ അമ്മയുടെ പ്രോപ്പർട്ടിയിൽ റൈറ്റ് ഉണ്ടോ. സാധാരണമായിട്ട് സ്ത്രീകളെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. അവർ കുടുംബമായിട്ടുള്ള അച്ഛനമ്മയായിട്ടുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ആ കുടുംബത്തിൽ നിന്നും വേറൊന്നും കിട്ടാൻ പറ്റില്ല. മേൽക്കോയ്മ ആൺകുട്ടികൾക്കാണ്. അച്ഛനമ്മമാര് പ്രോപ്പർട്ടി ഒക്കെ കൊടുക്കുന്നത് നമ്മളുടെ മെയിലായിരിക്കും. അതിവിടെ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. ഇവിടെ ക്രിസ്ത്യൻ സൊസൈറ്റിയിലും ഉണ്ടായിരുന്നു. അത് പള്ളിക്കൂടത്തിന്റെ ഉടമസ്ഥയായ മാഡം മേരിക്ക് അവർ ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, കല്യാണം കഴിച്ചു പോയതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ സ്വത്തിൽ എനിക്ക് അധികാരമില്ലെന്ന് ആദ്യമായിട്ട് കോടതിയിൽ കയറിയത് പള്ളിക്കൂടം ഓണറാണ്. വലിയ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ അതൊരു വലിയ കേസായിരുന്നു. അവർ സക്സസ് ആവുകയും ചെയ്തു. അപ്പോ പെണ്ണായതുകൊണ്ട് സ്വത്തിൽ ഭാഗം ഇല്ല എന്നുള്ളതിന്റെ ഒരു അധികാരം. സ്ത്രീധനം കൊടുത്ത് പെണ്ണ് വെട്ടിക്കൊണ്ടെന്ന് കഴിഞ്ഞാൽ സ്ത്രീധനം കൊണ്ടുപോകുന്നവര് സ്ത്രീയെ ധനമായിട്ട് കാണുക എന്നുള്ളതാണ് അതിന്റെ ശരിയായ അർത്ഥം. സ്ത്രീ എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മേനെ അതിന് ഈ സ്ത്രീധനം എന്നുള്ള ലെവലില് അതിനെ പല വ്യാഖ്യാനങ്ങൾ കൊടുത്ത് അവരുടെ പുരുഷ ഭേദാവധികൾ അവർക്ക് വേണ്ട വിധത്തിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീയുടെ ഗതി അതോ ഗതി തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടിക്ക്, വിഡുവായ പെൺകുട്ടിക്ക് റൈറ്റ് ഉണ്ടോ? അതാണ് ഇമ്മൂവബിൾ, ഫാദറിന്റെ ഫാമിലിയുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ അവർക്ക് റൈറ്റ് ഉണ്ടോ? ഇപ്പോഴത്തെ റൂൾ അനുസരിച്ചിട്ട് അവർക്ക് റൈറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് സ്ത്രീകളെ പഠിപ്പിക്കാൻ സമ്മതിക്കുമോ? കോളേജിലേക്ക്, സ്കൂളിലേക്ക്, ഹയർ എഡ്യൂക്കേഷൻ അവർക്ക് റൈറ്റ് ഉണ്ടോ?
അത് മാത്രമല്ല റൈറ്റ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്കത് കൂടുതലായിട്ട് പ്രായോഗികമാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. ആ ഭർത്താവ് കഴിഞ്ഞാൽ മാരേജ് കഴിഞ്ഞാൽ ഭർത്താവിന്റെ ഇത് അല്ലെങ്കിൽ സ്വത്തിൽ വകയുണ്ടോന്നല്ല. ഇതൊക്കെയാണ് വളരെ സതിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. ലാസ്റ്റ് ചാപ്റ്റർ ആണിത്. ഈ ലാസ്റ്റ് ചാപ്റ്ററോടുകൂടി ഈ കംപ്ലീറ്റ് ലെസൺസ് അങ്ങോട്ട് തീരും. ഗ്രോത്ത് ഓഫ് ആർട്ട്, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഇതാണ് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ആ കാലഘട്ടത്തിൽ എത്രത്തോളം ആർട്ട് ഡെവലപ്പായി, ലാംഗ്വേജ് എത്രത്തോളം ഡെവലപ്പായി എന്നുള്ളതിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഗോൾഡൻ ഏജ് എന്നാണ് നമ്മൾ പറയുക. ഗുപ്ത പീരീഡിനെ ഗോൾഡൻ ഏജ് എന്നാ പറയുക. അത്രത്തോളം ആർട്ട് ആൻഡ് ലാംഗ്വേജസും ഡെവലപ്പായിട്ടുണ്ട്. ഹിന്ദുസ് അല്ലെങ്കിൽ ഗുപ്തൻസ് പല വിധത്തിലുള്ള ഗോഡും ഗോഡസസിനെയൊക്കെ വർഷിപ്പ് ചെയ്തിട്ടുണ്ട്. സാൻസ്ക്രിറ്റ് ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ്. അത് കൂടാണ്ട് ആ കാലഘട്ടത്തിൽ വളരെ ക്ലീൻ ഡീറ്റെയിൽ ആയിട്ട് അമ്പലം ആർക്കിടെക്ചർ ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒന്നൊന്നായിട്ട് പരാമർശിച്ച് പോകാം. ആദ്യത്തായിട്ട് എടുത്ത് നാം ഉദ്ദേശിക്കുന്നത് ടെമ്പിൾ ആർക്കിടെക്ചർ ആണ്. ആർക്കിടെക്ചർ ബ്രാഹ്മണിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്ന ദേവൻ കുടികൊള്ളുന്ന അമ്പലം. ആ അമ്പലത്തിന് ഒരു ഗർഭഗൃഹമുണ്ട്. അതിനെ വെച്ചിട്ട് അതിന്റെ പുറംചിട്ടകൾ, കേരളത്തിലായാലും ശരി ഇന്ത്യയിലായാലും ശരി, ഭഗവാനെ സ്ഥാപിക്കുന്ന ആ സ്ഥലത്താണ് ഗർഭഗൃഹ എന്ന് പറയാം. അതായത് ഒരു സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീയുടെ ഗർഭത്തിൽ നിന്ന് ഒരു കുട്ടി വരുന്നു, അല്ലെങ്കിൽ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നു. അതേമാതിരി തന്നെ ഇവിടെ ഭഗവാനെ ഇരുത്തിയിട്ടുള്ള സ്ഥലം അമ്പലത്തിനെയാണ് ഉൾ അമ്പലം. നമ്മൾ അവിടെ കയറാൻ പറ്റില്ല. അതിനെയാണ് ഗർഭഗൃഹ എന്ന് പറയാം. അത് നമ്മൾ പുറത്തു നിന്ന് കാണാം. അതിന് ചുറ്റും ബാക്കിയുള്ളതായ ബ്രിക്സും സ്റ്റോണും ഒക്കെ വെച്ച് നമ്മൾ അമ്പലങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്നു, അതിനെ അലങ്കരിക്കുന്നു, അതിന് നമ്മൾ വർഷിപ്പ് ചെയ്യുന്നു, പൂജകൾ നടത്തുന്നു, എൻക്ലോസ്ഡ് ആയിട്ടുള്ള ചേംബറിൽ ചെയ്യുന്നു. നമ്മളിപ്പോ സിമ്പിളായിട്ട് ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണെന്ന് നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിൾ. ഈ പത്മനാഭസ്വാമി ടെമ്പിളിനെ കാണണമെങ്കിൽ നിങ്ങൾ വളരെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു ഗേറ്റിൽ കൂടെ അല്ല കാണുന്നത്, 3 ഗേറ്റിൽ കൂടിയാണ് കാണുന്നത്. അത് കിടക്കുന്ന പൊസിഷനാണ് വിഷ്ണു എങ്കിൽ പാതി ഭാഗമേ കാണുള്ളൂ. നടുഭാഗം വയറും നാഭിയും ആ ഭാഗങ്ങളും, പിന്നെയാണ് കാല് കാണുന്നത്. അപ്പോൾ ആ സ്ട്രക്ചർ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അതിന് 3 ഗേറ്റ് വെച്ചിട്ടുള്ളത്. ഗർഭഗൃഹത്തിന്റെ പൊസിഷൻ ഇങ്ങനെ കിടക്കുന്നതാണ്. ഇത്രയും, അതായത് വിഷ്ണുവിന്റെ രൂപമാണ്. അനന്തശയനമാണ് അവിടുത്തെ ദേവൻ, അല്ലെങ്കിൽ വിഷ്ണുവിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമല്ല, അങ്ങനെ എല്ലാ ടെമ്പിളും ഇല്ല, ചില ടെമ്പിൾ മാത്രമേ ഇങ്ങനെയുള്ളൂ. അതും പ്രത്യേകിച്ച് ഈ പത്മനാഭ ടെമ്പിൾ മാത്രമാണ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത്. ബാക്കി എല്ലാ ടെമ്പിളുകളിലും നിങ്ങൾക്ക് ഒരു ഗേറ്റേ കാണുള്ളൂ. അപ്പോൾ ടെമ്പിൾ ബിൽഡിങ്ങിൽ എത്രത്തോളം കോമ്പറ്റീഷൻസ് നടത്താൻ പറ്റും, അതാണ് ആ കാലഘട്ടങ്ങളിൽ അവർ നോക്കിയിരുന്നത്. പല വിധത്തിലുള്ള ടെമ്പിൾസ് ഉണ്ട്. അത് ഓരോ രാജാവും ഓരോ യുദ്ധം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് പിടിച്ചെടുക്കുമ്പോഴൊക്കെ അവരുടെ പ്രൗഢി കാണിക്കുന്നത് ടെമ്പിൾ കൺസ്ട്രക്ഷനിൽ വഴിയാണ്. ഭയങ്കര ടെമ്പിൾസ്, കൊണാർക്കിലെ സൺ ടെമ്പിൾ, അതേമാതിരി ശിവ ടെമ്പിൾ, പാർവതി ടെമ്പിൾ, നാച്ചകുത്ര, ദേവസ്വാർത്തറ, ഇതൊക്കെ ടെമ്പിൾസിലേക്ക് അവരുടെ ഒറ്റക്കല്ലിൽ കിട്ടുക. പല രാജാക്കന്മാര് മഹാബലിപുരത്ത് റോക്ക് ടെമ്പിൾ. അപ്പൊ എല്ലാം ആ കാലഘട്ടത്തിൽ അവരുടെ പ്രൗഢി കാണിക്കാനാണ് ഈ ടെമ്പിൾ ചെയ്യുക. പിന്നെ ടെമ്പിളോട് ചേർന്നിട്ടുള്ള ടെമ്പിൾ ടാങ്ക് പല വിധത്തിൽ കിട്ടും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ടെമ്പിൾ സിസ്റ്റത്തിൽ കാണുന്നുണ്ട്. ഇനി ഇത് കൂടാണ്ട് പ്രത്യേകിച്ച് പറയുമ്പോഴത്തേക്കും ഓരോ ടെമ്പിളിന്റെ വിഷ്ണു ആണോ, നരനാരായണ ലിഫ്, ഗജേന്ദ്ര മോക്ഷം, ആനയ്ക്ക് മോക്ഷം കൊടുക്കുന്ന ആ കഥകളൊക്കെ ഡിസിപ്റ്റ് ചെയ്ത് വരികയാണ്. അതായത് സ്ട്രക്ചറലായിട്ട് വിഷ്ണു ഓൺ ശേഷനാഗത്തിൽ കിടക്കുന്നതും, ഇതൊക്കെ പെയിന്റിങ് ആയിക്കോട്ടെ, കല്ലിൽ കൊത്തി ഉണ്ടാക്കുന്നതായിട്ടും, പല വിധത്തിലുള്ള ശ്രൈൻ അല്ലെങ്കിൽ പഞ്ചയത്നങ്ങൾ അലങ്കരിക്കുക, ഇതൊക്കെ ടെമ്പിൾസിന്റെ പ്രൗഢിനെ കാണിക്കുന്നതാണ്. അതേമാതിരി രാജാവിന്റെ പ്രൗഢിനെ കാണിക്കുന്നു. വലിയ വലിയ ടെമ്പിൾ, നിങ്ങൾ തഞ്ചാവൂർ പോയാൽ ഒരേമാതിരി ഇങ്ങനെ ടെമ്പിൾസ് വട്ടത്തിലായിരിക്കും. ഓരോ പ്രാവശ്യം ഓരോ മതിൽ കയറി അകത്തോട്ട് ചെല്ലുമ്പോഴും വട്ടത്തിലായിരിക്കും തഞ്ചാവൂർ ടെമ്പിൾ. അപ്പോ അവനോന്റെ രാജാവിന്റെ വലിപ്പം
ആയിട്ട് ലേബറേഴ്സിനെ കൊണ്ടുള്ള വർക്ക് ചെയ്യിപ്പിക്കുക, അതൊക്കെയാണ് ഈ ടെമ്പിളിൽ കൂടെ അവര് കാണിച്ചിരുന്നത്. അതേമാതിരി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോംബെയില് അജന്ത എല്ലോറ കേവ്സ് ഉണ്ട്. കേവ് ആണത്, ഗുഹ. ഗുഹേനെ കല്ലിന്റെ രൂപത്തിൽ ശില്പം ചെയ്തെടുക്കുന്നു. വളരെ ഫേമസ് ആയ അജന്ത കല്ലോറ ലൈഫ് കേവ്സ് ആണ്, കേവ് ടെമ്പിൾ ആണ്. ആ കേവ് ടെമ്പിളിലും എത്ര 28 റോക്ക് ടെമ്പിൾ ഉണ്ട്. അതിലും ഏറ്റവും കൂടുതൽ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ് ഇന്ന് കെട്ടിപ്പടുത്തുണ്ടാക്കുന്നത്. വളരെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇപ്പോ അജന്ത കേവ്സിന്റെ പിക്ചറൈസ്ഡ് കാർഡ് വരെ വരുന്നുണ്ട്. അത്രയും പോപ്പുലർ ആയിട്ടുണ്ട്, വേറെ അവിടെ ഇല്ലാത്ത വിധത്തിൽ അത്രയും പോപ്പുലർ ആയിട്ടുണ്ട്. ഇനി ഇത് കൂടാണ്ട് സ്തൂപം, ചൈതന്യം, വിഹാരം. പല സ്തൂപം എന്ന് വെച്ചാൽ സ്റ്റാച്യൂസ് മാതിരിയുള്ള ബിൽഡിങ്സ്, വിഹാർ എന്ന് വെച്ചാൽ അമ്പലങ്ങൾ അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലങ്ങൾ. ഇതിലെല്ലാത്തിലും അവരുടെ ബ്രാഹ്മണിക്കൽ സ്ട്രക്ചർ, റിലീജിയൻ ആണ് കാണിച്ചു വരുന്നത്. പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. ചിലതൊക്കെ അന്നത്തെ കാലത്ത് ഇന്ത്യയിലായിരുന്ന ഭാഗമാണ് ഇന്നത്തെ പാകിസ്ഥാനായിട്ട് പോയിട്ടുള്ളത്. ഓക്കെ, ഇത് കൂടാണ്ട് നമ്മൾ നോക്കുന്നത് സ്ട്രക്ചറിന്റെ കൂടെ കേവ് ആർക്കിടെക്ചറിനെ പറ്റി ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും ഓരോ അമ്പലത്തിനും അതിൻ്റെതായ വ്യത്യാസങ്ങളും വ്യവഹാരങ്ങളും കാണും ഓരോ ടെമ്പിളിന്റെ സ്ട്രക്ചറിൽ. ബുദ്ധ ടെമ്പിൾ, നളന്ദയിലുള്ള ബുദ്ധ ടെമ്പിൾ ഫൈൻ ആർക്കിടെക്ചർ ആണ്. അതിൽ കാണുന്നത് ബുദ്ധ ചൈതന്യം കേവ് ടെമ്പിളും മിക്സ്ഡ് ആയിട്ടുള്ളതും, അതിൽ കൂടെ അവര് കമ്മീഷൻ ചെയ്തിട്ടുള്ളത് അരിസ്റ്റോക്രസി മാത്രമല്ല, രാജാവിന്റെ പണവിധേയം മാത്രമല്ല, അവരുടെ രാജാവിന്റെ ആ കാലഘട്ടത്തിൽ താമസിച്ചിരിക്കുന്ന ഗിൽഡ് എന്ന് വെച്ചാൽ കൂട്ടായ്മ. പിന്നെ ഓരോ വർക്കിലും ഈ ഒരുമിച്ചുള്ള യൂണിറ്റിനെ കൂടെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി സ്കൾപ്ചറിൽ എന്താ പറഞ്ഞിട്ടുള്ള വെച്ചാൽ പല വിധത്തിലുള്ള സ്കൾപ്ചേഴ്സ് അവരുണ്ടാക്കിയിട്ടുണ്ട്. ഈ ബ്രാഹ്മണിക്കൽ മാത്രമല്ല, ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സും ഉണ്ട്. ബ്യൂട്ടിയും അതിൻ്റെതായ ആവരണം, ആശീർവാദം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് കാണാൻ പറ്റും. പല വിഷ്ണു, ശിവൻ, കാർത്തികേയൻ എന്ന് വെച്ചാൽ മുരുകൻ, ഗണേശൻ, സൂര്യൻ, ചന്ദ്രൻ, ഇതിനൊക്കെ അവര് കല്ലിൽ കൊത്തിയെടുക്കുമ്പോൾ അത്രത്തോളം അവരുടെ സ്കില്ല് അല്ലെങ്കിൽ കലവിരുതിനെയാണ് അവിടെ പുരാണിക ലെജൻഡിൽ കൂടെ പറയുന്നത്. പിന്നെ ഇത് കൂടാണ്ട് വിഷ്ണുവിന്റെ 10 അവതാരങ്ങള്, ഈ 10 അവതാരങ്ങളെയും ദശാവതാരത്തിനെയും ഒക്കെ നമ്മൾ കല്ലിന്റെ രൂപത്തിൽ കൊത്തിയിട്ടുള്ളത് കാണാൻ പറ്റും. അതേമാതിരി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വേറൊന്നുണ്ട്. ഒരു വ്യത്യാസമായിട്ടുള്ള കൃഷ്ണൻ മൗണ്ട് ഗോവർദ്ധനം, കൃഷ്ണന്റെ കുട്ടിയായിരിക്കുന്ന കൃഷ്ണൻ ആ രാജ്യത്തിലുള്ളവരെ, അത് നോർത്തില് നമ്മുടെ ദ്വാരക സൈഡിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു മൗണ്ടൻ ഒരു വിരലിൽ പൊക്കി നിർത്തിയിട്ടുള്ളതായി. ഇതൊക്കെ കഥയിലുള്ള കാര്യങ്ങളെ അവരെ ഡിസിപ്റ്റ് ചെയ്യാണ് സ്റ്റോറിയിൽ. അമ്പലങ്ങളിൽ അത് ഡിസിപ്റ്റ് ചെയ്യുന്നു, പെയിന്റിംഗ് ഫോംസിലും അത് ഡിസിപ്റ്റ് ചെയ്യുന്നു, സ്ട്രക്ചർ ഫോംസിലും അത് ഡിസിപ്റ്റ് ചെയ്യുന്നു. വരാഹം, അതേമാതിരി വിഷ്ണു, 10 അവതാരങ്ങളും ഞാൻ എടുത്തു പറയുന്നില്ല. ഈ 10 അവതാരങ്ങളെയും പെയിന്റിങ്സിലും കൊണ്ടുവരുന്നുണ്ട്, സ്ട്രക്ചറിൽ കൊണ്ടുവരുന്നുണ്ട്, കേവ് ഇതിലും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത്രത്തോളം. അതേമാതിരി തന്നെ കൃഷ്ണനെ മാത്രമല്ല, ശിവന്റെ വർഷിപ്പ്, ഫാലസ് വർഷിപ്പ്, അതേമാതിരി ഏകമുക്തി ശിവ, 4 മുഖമുള്ള ശിവ, ഇങ്ങനെ പല വിധത്തിലുള്ള ശിവനും പാർവതിയുമായിട്ടുള്ള അർദ്ധനാരീശ്വര പിക്ചർ പെയിന്റിങ്സിലും സ്ട്രക്ചേഴ്സിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ദ്വാരപാലകന്മാർ എന്ന് വെച്ചാൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്നവരാണ്. ലക്ഷ്മിയുടെ ഗോഡസിന്റെ നോക്കുമ്പോഴത്തേക്കും ലക്ഷ്മിയായിട്ടും ഗംഗയായിട്ടും റിവറായിട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ കാലഘട്ടങ്ങളിൽ അവർ നല്ല വിധത്തിൽ സ്കിൽഡ് ലേബറേഴ്സിനെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ രാജാക്കന്മാർ വന്നിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മൾ വളരെ കുറച്ച് പറയുമ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്തിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ അമ്പലങ്ങളിലൊക്കെ നളന്ദ ആയിക്കോട്ടെ, മധുര ആയിക്കോട്ടെ, സാർനാഥ് ആയിക്കോട്ടെ, പ്രഹാര ആയിക്കോട്ടെ, അജന്ത ആയിക്കോട്ടെ, നാഗാർജുന കൊണ്ടായിക്കോട്ടെ, എല്ലാത്തിലും ആ സ്കില്ലാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്.
പല വിധത്തിലുള്ള റിലീജിയസ് ബിലീഫിനെ കൺവേർട്ട് ചെയ്ത്, ബുദ്ധിസ്റ്റ് ആയിക്കോട്ടെ, ബുദ്ധനും ജൈന മതത്തിലെയും ബോധിസത്വാസ് ഉണ്ട്, ജൈന തീർത്ഥങ്കരാസിന്റെ പിക്ചേഴ്സ് ഉണ്ട്. ആ സ്പിരിറ്റ് എത്രത്തോളം ക്ലിയർ ആയിട്ട് ഗുപ്തൻസിന്റെ അത് വർക്ക് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് പരാമർശിച്ചു പോകുന്നത്. പിന്നെ ചില ബുദ്ധ വിഗ്രഹത്തില് തല മുണ്ടനം ചെയ്ത മാതിരി കാണാം, തല വിധത്തില് കേർലി ഹെയർ ഉള്ള മാതിരി കാണാം. അപ്പൊ ഓരോ മുദ്രയില് ബുദ്ധ ഭഗവാന്റെ ഓരോ മുദ്രകളിൽ ഇരിക്കുന്ന രൂപത്തിലും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് അവർ നോക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ ബുദ്ധ സ്റ്റാച്ചു ഗാന്ധാര മധുര സ്കൂളില്. കാരണം ആ കാലഘട്ടങ്ങളിൽ ബുദ്ധൻ ഇങ്ങനെ ഇരിക്കുന്ന മാതിരിയും ശിഷ്യഗണങ്ങൾ താഴെ ഇരിക്കുന്ന മാതിരിയും സ്ട്രക്ചർസ് കാണാൻ പറ്റും. ഇപ്പൊ ഇങ്ങനത്തെ ഗാന്ധാര സ്റ്റൈൽ ആയിക്കോട്ടെ, ഏത് സ്റ്റൈൽ ആയിക്കോട്ടെ, പക്ഷെ അതിന് പെർഫെക്ഷൻ ഉണ്ട്. പിന്നെ ബുദ്ധൻ ഒരു ഡയമണ്ട് സീറ്റില് പ്രീച്ചിങ്, ആൾക്കാർ ആദ്യത്തെ പ്രഭാഷണം നടത്തുന്ന സ്ഥലത്തുള്ളതും അത് നമുക്ക് കാണാൻ പറ്റും. അവിടെ നോർത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും ഉള്ള ഡെക്കാന്റെ ഒരു കോമ്പിനേഷനാണ് ബുദ്ധ ആൻഡ് മധുരയിൽ നിന്ന് കൊണ്ടുവന്ന ബുദ്ധ സ്റ്റാച്യുവിൽ നമ്മൾ കണ്ട് പരാമർശിക്കുന്നത്. ഒരു 6 അടി പൊക്കമുള്ള ബുദ്ധ ലോഹത്തിൽ ചെയ്തത്, ബ്രോൺസ് ലോഹത്തിൽ ചെയ്തത്, വെങ്കലത്തിൽ ചെയ്തത് സുൽത്താൻഗഞ്ചിലുണ്ട്, ബീഹാറില്. 1 ടണ്ണിന് മേലെ അതിന്റെ വെയിറ്റ് ഉണ്ട്. ഫാഹിയാൻ അതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ബുദ്ധനെ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുമ്പോൾ കല്ല് മാത്രമല്ല, മെറ്റൽ ടെക്നോളജിയും അവർക്ക് അറിയാം ആ കാലഘട്ടങ്ങളിൽ. ഒന്ന് മനസ്സിലാക്കിക്കോളുക. ഇതിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് ഡൽഹിയിലുള്ള മെഹ്റോലി അയൺ പില്ലർ. ഞാൻ അവിടെ പോയിട്ടുള്ളതാണ്. ഇപ്പോഴും അതിന് ഒരു കോട്ടവും കിട്ടിയിട്ടില്ല. അതിന്റെ നമുക്കിങ്ങനെ വട്ടം പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയും വലിയ അയണാണ്. മഴ പെയ്യട്ടെ, മഞ്ഞ് വരട്ടെ, വെയിൽ വരട്ടെ, തുരുമ്പില്ല, ഒന്നുമില്ല. അപ്പൊ ആ ടെക്നിക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പ്യോർ അയണാണ്. ഒരു 6 ടണ്ണോളം വെയിറ്റ് ഉണ്ട്. 4ാം സെഞ്ചുറിയിൽ ഉണ്ടാക്കിയതാണ്. ഇന്നും ഒരു തരി അതിൽ തുരുമ്പടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളുടെ ആൾക്കാരുടെ ട്രെയിനീസിന്റെ അല്ലെങ്കിൽ നമ്മളുടെ കരവിരുതും അവരുടെ ടെക്നിക്കൽ നോളജും അവരുടെ ഇംപ്രസീവ് ആണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ വരുന്ന എല്ലാ വിദേശീയരും ഈ സ്റ്റാച്യു, അത്ഭുതകരമായ ഈ സ്റ്റാച്യു, ഈ ബിൽഡിംഗ് പോയി കാണാറുണ്ട്. കാരണം അത്രയ്ക്ക് എക്സലന്റ് ആണ്. എല്ലാവരും പോയി കാണുക സൗകര്യം കിട്ടിയാൽ. പിന്നെ നമ്മൾ ജൈനമതത്തിന്റെ ധന്യമുദ്രനെ കാണുന്ന, മുദ്രയിലിരിക്കുന്ന ജൈനമതത്തിന്റെ കുഷാനിൽ കാണുന്നുണ്ട്. ഇതേമാതിരി ഇത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും ഇവരുടെ സ്ട്രക്ചറൽ ബിൽഡിങ്സിനെ പറ്റിയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇത്തിരി സ്പീഡ് എടുത്ത് പോവാണ്. പെയിന്റിങ്. ഗുപ്ത സ്ട്രക്ചറിൽ വരുന്ന പെയിന്റിങ്സിലും ഫിറോസ് അജന്തയിൽ കാണുന്ന പെയിന്റിങ്സ് ഒരു മാച്ചിങ് ആണ്, അൺമാച്ചിങ് ആയിട്ടുള്ള ഒരു പെയിന്റിങ്സ്. അജന്ത കേവ്സിൽ വലിയൊരു കുതിര ഡീപ്പ് വാലി നിൽക്കുന്ന മാതിരി ഉള്ളത് കാണുന്നുണ്ട്. 1, 2, 16, 17, 19 ഭയങ്കര പെയിന്റിങ്സ് ആണ്, ബ്യൂട്ടിഫുൾ പെയിന്റിങ്സ് ആണ് ഈ ഫിറോസ്കോ പെയിന്റിങ്സ്, അജന്ത ഫിറോസ്കോ പെയിന്റിങ്സ് നമുക്ക് കാണുന്നത്. ആ പെയിന്റിങ്സിൽ ബോധിസത്വമുണ്ട്, ബുദ്ധനുണ്ട്. ബുദ്ധന്റെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ മുഴുവൻ പെയിന്റിംഗ് രൂപത്തിൽ കണ്ടെന്നു. ജാതക രൂപത്തിൽ ജനിച്ചപ്പോ തൊട്ട് മരിക്കുന്നവരെ ജാതക സ്ട്രക്ചറിൽ കാണുന്നു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എല്ലാവിധ മ്യൂറൽസും പല വിധത്തിലുള്ള ഈ പെയിന്റിങ്സിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ സാധാരണമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന പെയിന്റ് ഒന്നും അല്ല. ഈ പെയിന്റിന് വേണ്ടിയിട്ട് വൃക്ഷലതാദികൾ എടുത്താണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ചെടി ആയിക്കോട്ടെ, കൊടിയായിക്കോട്ടെ, സ്ട്രീം ആയിക്കോട്ടെ, ആനിമൽസിന്റെ ആയിക്കോട്ടെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിന്റിങ്സ് ഇന്ത്യയിൽ കാണുന്നുണ്ട്. അതാണ് ആർട്ട് ആൻഡ് ആർട്ടിക്കൾച്ചർ. ഇത് നമ്മളുടെ ഈ സ്ട്രക്ചറിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു എസ്സേ ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റേഴ്സ് ആണ് ഇത്, ലാസ്റ്റ് ചാപ്റ്റർ. ഇനി ഇതിൽ കൂടെ വരുമ്പോൾ ലിറ്റററി ഡിസ്ക്രിപ്ഷൻസ്, ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ അജന്തയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ശാരീരികമായിട്ടും അവരുടെ ക്യാപ്റ്റിവേറ്റിംഗ് ബ്യൂട്ടിയാണ്, ഞാൻ പറയുന്നില്ല കൂടുതലായിട്ട്.
അപ്പോ അജന്ത 1500 കൊല്ലത്തിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള അജന്ത കേവ് ഡ്വെല്ലിങ്സിലുള്ളത് ഇത്രയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ പെയിന്റിങ്സ് ഇത്രത്തോളം വരുന്നത് നമുക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ സാൻസ്ക്രിറ്റ് ക്ലാസിക്കലായിട്ട് നമുക്ക് ഗ്രോത്ത് വന്നിട്ടത് സാൻസ്ക്രിറ്റിലാണ്. അതുകൂടാണ്ട് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറൊക്കെ വന്ന ശേഷം ബുദ്ധമതവും ജൈനമതവും വരുമ്പോൾ ഒരുപാട് പുതിയ ലാംഗ്വേജ് ഡയലക്ട് സാധാരണക്കാർ സംസാരിക്കുന്ന പാലി ലാംഗ്വേജ്, പ്രകൃതി ലാംഗ്വേജ്, അർദ്ധഗന്ധി ലാംഗ്വേജിൽ കൂടെ പ്രഭാഷണങ്ങൾ കേൾക്കുകയും അതിനുശേഷം മനസ്സിലാക്കാൻ ചെയ്യുകയും ബുദ്ധിസം രണ്ടായിട്ട് തിരിയുന്നു. മഹായാന ബുദ്ധിസം, ഹീനയാന ബുദ്ധിസം ലേറ്റർ സ്റ്റേജിൽ ചെയ്യുന്നു. ഇതിൽ കൂടെ അവർക്ക് ആൾക്കാർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുകയും മാത്രമല്ല അവർ അതിനെപ്പറ്റി കഥകൾ എഴുതാനും പോയട്രി എഴുതാനും പാട്ട് പാടാനും ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ്. ഇനി ഹരിസേന പ്രയാഗ പ്രശസ്തിയിൽ പറയുന്നുണ്ട് ഇൻസ്ക്രിപ്ഷൻസിന് ഓരോന്നിനെ പറ്റിയും ഓരോ നമ്മുടെ നേരത്തെ പറഞ്ഞ പില്ലറിനെ പറ്റിയൊക്കെ പരാമർശിച്ചു പോയിട്ടുണ്ട്. അപ്പോ ബുദ്ധമതം ഈ സാൻസ്ക്രിറ്റ് ഹിന്ദു ബ്രാഹ്മണിക്കൽ മതമാണെങ്കിൽ ബാക്കിയുള്ള മതത്തിൽ ബാക്കിയുള്ള ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് വരുന്നതും ഈ കാലഘട്ടത്തിൽ ഗുപ്തന്റെ കാലഘട്ടത്തിലാണ്. ബുദ്ധിസത്വം വഴിയും ജൈനിസം വഴിയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഉപയോഗിക്കുകയും അതിനെ പ്രോഗ്രസ് ചെയ്യുകയും ചെയ്തു. കാളിദാസൻ ഗുപ്തന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കഥാകൃത്താണ് അല്ലെങ്കിൽ പോയറ്റാണ്. അങ്ങേരുടെ പോയട്രിയിലൊക്കെ സാൻസ്ക്രിറ്റ് ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത്രത്തോളം ആ സാൻസ്ക്രിറ്റിന്റെ ഇംപ്രൂവ്മെന്റ് നമുക്ക് അവിടെ കാണാം. ഇനി ലിറ്ററേച്ചറിൽ ബാക്കിയുള്ള ലിറ്ററേച്ചറിൽ നമ്മൾ കാണുന്നത് എന്താ വെച്ചാല് ഒരു മിക്സറാണ്. എല്ലാ വിധത്തിലും നിയോ ഇൻഡ്യൂയിസം എന്ന് പറയും, എല്ലാ തോട്ടിലും കൂടിയും സ്മൃതിയിലെ കൂടിയും ഒക്കെ ഇത് വന്നു പോകുന്നു. പുരാണങ്ങളൊക്കെ എഴുതിയുണ്ടാക്കുന്നു. ഈ പുരാണങ്ങളിൽ കൂടെ കഥകളായിട്ട് കഥരൂപത്തിലാണ് നാട്ടുനടപ്പ് പറയുന്നത്. പഞ്ചവേദത്തിൽ കൂടെ പറയുന്നു, അതിൽ കൂടെ മനുസ്മൃതിയിൽ കൂടെ പറയുന്നു. ഇങ്ങനെ നമ്മൾ കേൾവിപ്പെട്ടിട്ടുണ്ട്. നവരത്നാസ് കാളിദാസൻ എഴുതിയിട്ടുണ്ട്, പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രഗുപ്തന്റെ കൊട്ടാരത്തിൽ കാളിദാസ് 9 ഇലുമിനറീസ് അല്ലെങ്കിൽ 9 ജെംസ്, അതായത് 9 നവരത്നം എന്ന് പറയുന്നത് അവര് അറിവുള്ള ആൾക്കാർ എന്നാണ് അതിന്റെ അർത്ഥം. ഇതുകൂടാണ്ട് ശാകുന്തളം, അഭിജ്ഞാന ശാകുന്തളം, മേഘദൂതം, ഇങ്ങനത്തെ കഥകളൊക്കെ, കുമാരസംഭവം, ഇതെല്ലാം ഓരോ ഫോക്സ് ആണ്, സ്റ്റോറി ലെവലിലാണ് എല്ലാ ക്ലാസിക്സും എഴുതി വന്നിട്ടുള്ളത്. ആ ക്ലാസിക്സിൽ കൂടെ നാട്ടിൽ എങ്ങനെയാണ് ആൾക്കാർ ജീവിച്ചിരുന്നത്, എന്താണ് ജീവിച്ചിരുന്നത്, എങ്ങനെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളതൊക്കെ സൊസൈറ്റിക്ക് ഒരു എഡ്യൂക്കേഷൻ എന്ന ലെവലിൽ കൂടെ വേണമെങ്കിൽ നമുക്കതിനെ പരാമർശിക്കാം. പിന്നെ നമ്മൾ ഓരോ ലാംഗ്വേജ് സയൻസിന്റെ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജീന്റെയും ഇമ്പ്രൂവ്മെന്റ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഈ കാലഘട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമ്മൾ ഈ ഓരോ ഇംപ്രൂവ്മെന്റിനെ പറ്റിയും എടുത്തു പരാമർശിക്കുമ്പോൾ നമ്മളുടെ സാൻസ്ക്രിറ്റ് ഗ്രാമർ, അതേമാതിരി സീറോ അല്ലെങ്കിൽ കോമ്പിനേഷൻ നമുക്ക് പറയാൻ പറ്റും. ഈ ഓരോ കാൽക്കുലേഷൻസ് എങ്ങനെ നടന്നിരുന്നു, ആ കാൽക്കുലേഷൻസ് നമ്മളുടെ നാട്ടിൽ പുറത്തുനിന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സയന്റിഫിക് ആയിട്ട് സീറോന്റെ വാല്യൂ, ഡെസിമൽ സിസ്റ്റം, ആര്യഭട്ട, ഭാഗഭട്ട, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ്, വരാഹമിഹിര, ഇവരുടെ കോൺട്രിബ്യൂഷൻ അസ്ട്രോണമേഴ്സ് ആണ്. വേൾഡിനെ പറ്റിയും അതിന്റെ പരിണാമത്തിനെ പറ്റിയും അതിന്റെ വർക്കിംഗ് നോളജ് ഒക്കെ ആ കാലഘട്ടത്തിൽ എഴുതിയിരുന്നു എന്ന് നമുക്ക് എടുത്തെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അസ്ട്രോണമി, അസ്ട്രോളജി, ബോട്ടണി, നാച്ചുറൽ ഹിസ്റ്ററി, ഇതൊക്കെ നമുക്ക് പഞ്ചതന്ത്ര കഥകളിലും വരുന്നുണ്ട്. ഇനി സിദ്ധന്മാരിലായ അസ്ട്രോണമിക്കൽ തിയറി, സിദ്ധതന്ത്ര, അത് വരുന്നുണ്ട്. പിന്നെ കൂടാണ്ട് ഹൊറോസ്കോപ്പി, ലഘു ഇതിലും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓൾജിബ്ര, ആര്യഭട്ടാടെ ഫേമസ് ആയിട്ടുള്ള ഓൾജിബ്ര, ലോഗരിതം, അരിത്തമെറ്റിക്, ട്രിനോമെട്രി, ഇതൊക്കെ നമ്മളുടെ കോൺട്രിബ്യൂഷൻ ആണ് വേൾഡിന്, ഇന്ത്യൻ ജനതയ്ക്ക്. അപ്പൊ നമ്മളുടെ ഇന്ത്യൻ ജനതയുടെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ അറിവിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയും ചെയ്യണം. അവർ അണിയറായിട്ട് ട്രാൻസ്ലേഷൻസും അതേമാതിരി റൈറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഏർലി മാത്തമെറ്റിക്സ് ആണ് ഞാൻ പറയുന്നത്. ഡെസിമൽ വാല്യൂവിനെ പറ്റിയും പറയുന്നിട്ടുണ്ട്, അനാലിസിസ് പറയുന്നുണ്ട്. അതേമാതിരി എല്ലാവിധ ജൈനമതത്തിലും ഇത് പറയുന്നുണ്ട്. നന്ദി, നമസ്കാരം.